ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷയുടെ 49ാമത്തെ ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക വ്യഭിചാരത്തിലും ദുർവൃത്തിയിലും കഴിയുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ട് കരങ്ങളും യാചനയോടെ പിടിച്ച് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഈ ലോകത്തിൽ വ്യഭിചാര മേഖലയിൽ, ദുർവൃത്തി മേഖലയിൽ വീണ് കിടക്കുന്ന എന്തുമാത്രം ആത്മാക്കളുണ്ടോ, ആ ആത്മാക്കൾ മുഴുവനും രക്ഷ പ്രാപിക്കുവാൻ, അവരെ രക്ഷിക്കുവാനുള്ള കാലഘട്ടത്തിൻ്റെ ശക്തമായിട്ടുള്ള കൃപ ഈ നിമിഷം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മുമ്പിലേക്ക് രണ്ട് കരങ്ങളും യാചനയോടെ പിടിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ ദൈവമക്കളും ഉണർവോടെ ശക്തിയോടുകൂടി ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ വ്യഭിചാര മേഖലയിലാ, ദുർവൃത്തിയുടെ മേഖലയിലാ, അതിൽ കഴിയുന്ന മക്കളുടെ മേഖലയിലാ അങ്ങ് നിറയണമേ, അങ്ങ് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുനാഥ, ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെ ഹൃദയത്തിലാ പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതന, യുദ്ധങ്ങളാ, ദുരന്തങ്ങളാ, കലഹങ്ങളാ, വഴക്കുകളാ, പകർച്ചവ്യാധികളാ, ആദ്യാവിയിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. യേശുവിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ അഭിഭാഷയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി പിടിച്ച് ആത്മാക്കൾക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ചങ്ക പൊളിച്ച് പ്രാർത്ഥിച്ച്, ചങ്ക പൊട്ടി വിളിച്ച്, യേശുവിനെ വിളിച്ച്, ഹൃദയമൊരുക്കി വിളിച്ച്, ഹൃദയമൊരുക്കി വിളിച്ച്. ഒരാത്മാ പോലും നഷ്ടപ്പെട്ടു പോകല്ലേ. സകല ദൈവമക്കളിലേക്ക്, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളിലേക്ക് ആത്മാവിന്റെ കൊടുങ്കാറ്റ്, ആത്മാവിന്റെ ഉണർവിന്റെ കാറ്റ് ഈ നിമിഷം ഇറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയമൊരുക്കി വിളിക്കട്ടെ. യേശുവേ, ഈശോ, യേശുവേ നന്ദി, ആരാധിക്കുന്നു. ആത്മാവേ ഇറങ്ങണമേ. കർത്താവാക്കിയാലും പരിശുദ്ധാത്മാവിനാലും ഞങ്ങളെ സ്നാനപ്പെടുത്തും. ആ വചനം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മുഴുവനും മക്കളിലേക്ക് നിറയട്ടെ. പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. ഈ വചനത്തിന്റെ ശക്തി കൊടുങ്കാറ്റ് പോലെ ഈ ദേശത്ത് മുഴുവനും ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കളില്, ഈ മേഖലയിൽ വീണ് കിടക്കുന്ന മക്കളില് ഇപ്പോൾ നിറയട്ടെ. ചന്തുപത്തി വിളിച്ച് ആത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ.
പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ മക്കളെ. ഓരോ മക്കളിലേക്ക്, ഓരോ ദൈവ മക്കളിലേക്ക്, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കളിലേക്ക്, ലോകം മുഴുവനിലേക്ക് ആത്മാവിന്റെ കൊട്ടാരമിറങ്ങാൻ, അഗ്നി ഇറങ്ങാൻ ആഗ്രഹിച്ച് അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയും. ഒറ്റവിളി ആത്മാവേ, ആത്മാക്കളെ രക്ഷിക്കാനുള്ള, പാപത്തിൽ നിന്ന് ആത്മാക്കളെ രക്ഷിക്കാനുള്ള കാലഘട്ടത്തിന്റെ ക്രമങ്ങളെ കിട്ടാനായിട്ട്, വരങ്ങളെ കിട്ടാനായിട്ട്, ദാനങ്ങളെ കിട്ടാനായിട്ട്, ഫലങ്ങളെ കിട്ടാനായിട്ട് ചങ്ങമൊട്ടി ഓരോ ദൈവമക്കളും ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. വരങ്ങൾ നിറയട്ടെ, ദാനങ്ങൾ നിറയട്ടെ, വചനശക്തി നിറയട്ടെ. വരങ്ങളും ചോദിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ചോദിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ചോദിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ചോദിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. മഴയെ വീണ്ടും മയക്കേണമേ, നിൻ ജനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും മയക്കേണമേ, നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ശക്തി പകർന്നിടണേ. ഒറ്റവിളി ആത്മാവേ, ദാഹത്തോടെ പ്രാർത്ഥിച്ച്, ദാഹത്തോടെ പ്രാർത്ഥിച്ച്, ദാഹത്തോടെ പ്രാർത്ഥിച്ച്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ, കരങ്ങൾ രണ്ട് ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഒന്ന് ചേർത്ത് വെച്ച് ഈ ശുശ്രൂഷയെ മുഴുവനും ഓരോ ദൈവമക്കളും അമ്മയുടെ വിമല ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച്, പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന, ദുർവൃത്തിക്ക് മേൽ കിടക്കുന്ന ഏതൊക്കെ ദൈവമക്കൾ ലോകത്തെവിടെയൊക്കെയുണ്ടോ അവരെ മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനൊന്ന് ചേർത്ത് വെക്കുക, അടിമ വെക്കുക. അമ്മേ, തിരുക്കുമാരൻ്റെ കണ്ണീര്, സ്വർഗത്തിൻ്റെ കണ്ണീര്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ ദാഹം അമ്മേ ഞങ്ങൾ തിരിച്ചറിയുക. അമ്മേ, ഈ മക്കളെ മുഴുവനും തരുക. ഈ രാത്രിയുടെ യാമങ്ങളിൽ ഏത് കാര്യത്തിനാകട്ടെ, പണത്തിന് വേണ്ടിയാകാം, മക്കളെ നോക്കുന്നതിന് വേണ്ടിയാകാം, സന്തോഷത്തിന് വേണ്ടിയാകാം, സുഖത്തിന് വേണ്ടിയാകാം, ഏതൊക്കെ ദൈവമക്കളെ പാപത്തിന്റെ ബന്ധനത്തിലേക്ക്, പടുകുടിയിലേക്ക് വീണ് കിടപ്പുണ്ടോ ആ മക്കളെ മുഴുവനും അമ്മേ ഇതാ ഈ നിമിഷം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് തരുക. ഇപ്പോൾ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിലേക്ക്, രക്തത്തിലേക്ക്, ശരീരത്തിലേക്ക് അമ്മ മാതാവേ ഈ മക്കളെ മുഴുവനും തരുക. ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകല്ലേ, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകല്ലേ അമ്മേ. അമ്മയുടെ രക്തക്കണ്ണീരിനാൽ, അമ്മയുടെ 7 വ്യാകുലങ്ങളാൽ
ഈ നിമിഷം ഈ മക്കളെ മുഴുവനും ഒന്ന് കഴുകണമേ. ആമേൻ. പാപത്തിൽ വീഴാതിരിക്കാൻ ഈ മക്കളെ മുഴുവനും അമ്മേ നീലക്കാപ്പ് കൊണ്ടൊന്ന് പൊതിയണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ആഗ്രഹത്തോടെ ഒന്ന് വിളിച്ചു പാടി പ്രാർത്ഥിച്ചാവേ. ആവേ മരിയ കന്യാമാതാവേ, ദാഹത്തോടെ ആവേ മരിയ അമ്മേ, കന്യാമാതാവേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷയുടെ 49ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷയുടെ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് ഇപ്രകാരമാണ്: നഷ്ടപ്പെട്ട ഒരു നാണയം തിരിച്ചു കിട്ടിയതിലെ സന്തോഷം എന്തുമാത്രമുണ്ടോ അതേ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ആലയത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നേ എന്നുള്ള കാര്യം. അതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു, ഏതാണ് നഷ്ടപ്പെട്ട നാണയം? അത് മറ്റൊന്നുമല്ല, പരിഹാരത്തിൻ്റെ, പ്രാശ്ചിത്തത്തിൻ്റെ, പ്രാർത്ഥനയുടെ ആധ്യാത്മികത നഷ്ടപ്പെട്ടിരുന്നു. അതിതാ പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്നുള്ള ശുശ്രൂഷയിലൂടെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവമക്കളുടെ ഹൃദയത്തിൽ അതിൻ്റെ തീനാളം ഈ ശുശ്രൂഷയിലൂടെ ഇട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു സത്യം ഞാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് 2 കാര്യം കൂടി ഇന്ന് പങ്കുവെക്കാനുണ്ട്. ഏതെങ്കിലും അറിവ് കൊണ്ടാണോ, അറിവില്ലാത്തതിൻ്റെ ഫലമായിട്ടാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള, മറച്ചുവെക്കപ്പെട്ടിട്ടുള്ള, നീക്കിവെക്കപ്പെട്ടിട്ടുള്ള, കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാത്ത, കൊടുക്കേണ്ട വില കൊടുക്കാത്ത ഈ കാലഘട്ടത്തിലെ 3 ആധ്യാത്മികതയുണ്ട്. ഈ 3 ആധ്യാത്മികത ഇന്ന് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സമയത്ത് ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതിൽ ഒരു വലിയ സന്തോഷം ഇന്ന് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഏതൊക്കെയാണ് 3 ആധ്യാത്മികത എന്ന് ചോദിച്ചാൽ, 1ാമത്തെ ആധ്യാത്മികത ഞാൻ പറഞ്ഞു, അത് പരിഹാരത്തിൻ്റെ, പ്രാശ്ചിത്തത്തിൻ്റെ, പ്രാർത്ഥനയുടെ ആധ്യാത്മികത. 2ാമത്തെ ആധ്യാത്മികതയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധയമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഓരോ ദൈവമക്കളും പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ജീവിതം പോലും പരിപൂർണമായ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ആധ്യാത്മികത. 3ാമത്തെ ആധ്യാത്മികതയാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കാനായിട്ട് സ്വർഗം വെളിപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ ഉപാധിയായ ദൈവ കരുണയുടെ ആധ്യാത്മികത. പ്രിയപ്പെട്ടവരെ, അറിവ് കൊണ്ടോ അറിവില്ലായ്മ മൂലമോ ഏതെങ്കിലും കാരണത്താലോ കാരണമില്ലാതെയോ പ്രിയപ്പെട്ടവരെ ഈ 3 ആധ്യാത്മികത അല്പം മറഞ്ഞിരിക്കുകയായിരുന്നു, നീക്കി വച്ചിരിക്കുകയായിരുന്നു, മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ എൻ്റെ ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മ മാതാവ് ഈ കാലഘട്ടത്തിൽ ഈ 3 ആധ്യാത്മികരുടെ തീനാളങ്ങൾ ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഇട്ടുകൊടുത്തുകൊണ്ട് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും എനിക്കിന്ന് പങ്കുവെക്കാനുള്ള 1ാമത്തെ കാര്യം ഇതാ:
ആരൊക്കെ പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് തൻ്റെ ജീവിതത്തെ പരിപൂർണമായി അടിമ വെച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ, പരിഹാരത്തിൻ്റെ, പ്രാശ്ചിത്തത്തിൻ്റെ ആധ്യാത്മികതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആരൊക്കെ നിലവിളിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, അവൻ്റെ ജീവിതത്തിൻ്റെ തലവറ മാറും, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും, അവൻ്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരങ്ങൾ, വലിയ ദൈവാനുഭവങ്ങൾ കടന്നു വരുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാ. Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഏതൊരു വ്യക്തിയാകട്ടെ, ഏതൊരു കുടുംബമാകട്ടെ, ഏതൊരു കോൺഗ്രിഗേഷൻ ആകട്ടെ, ഏതൊരു കോൺവെന്റ് ആകട്ടെ, ഏതൊരു സന്യാസ സഭയാകട്ടെ, ഏതൊരു രൂപതയാകട്ടെ മക്കളെ, ഇത് മുഴുവനും ഓരോ ദൈവമക്കളും, ഓരോ സ്ഥാപനങ്ങളും, ഓരോ പ്രസ്ഥാനങ്ങളും പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് അടിമ വെച്ചുകൊണ്ട് പരിഹാരത്തിന്റെ ആധ്യാത്മികതയെ കെട്ടിപ്പിടിക്കാൻ, പ്രാശ്ചിത്തത്തിന്റെ ആധ്യാത്മികതയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയാൽ അതിന്റെ ഫലമായിട്ട് ഈ കാലഘട്ടത്തിൽ അനേകം മാനസാന്തരങ്ങൾ സംഭവിക്കും. അനേകം ദൈവമക്കളുടെ ജീവിതത്തിലെ പൈശാചിക ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും. അനേക ദേശങ്ങളിലെ തിന്മകളുടെ സ്വാധീനങ്ങൾ വിട്ടുമാറും. പ്രിയപ്പെട്ട മക്കളെ, ഓരോ ഓരോ രൂപതയും, ഓരോ ഇടവകയും, ഓരോ സന്യാസ ഭവനങ്ങളും, ഓരോ കുടുംബങ്ങളും, ഓരോ ദൈവമക്കളും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് തൻ്റെ ജീവിതം ഒന്ന് ചേർത്ത് വെച്ചിട്ട്, തങ്ങളുടെ രൂപതകളെ ചേർത്ത് വെച്ചിട്ട്, തങ്ങളുടെ ഇടവകയെ ചേർത്ത് വെച്ചിട്ട്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് പരിഹാരത്തിൻ്റെ ആധ്യാത്മികത, പ്രാശ്ചിത്തത്തിൻ്റെ ആധ്യാത്മികത, പ്രാർത്ഥനയുടെ ആധ്യാത്മികത, ദൈവകരുണയുടെ ആധ്യാത്മികത ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയാൽ ആ ജീവിതം മാറി മറിയുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം സംഭവിക്കുമ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 12 വരെയുള്ള വചനം വായിച്ചു നോക്കുമ്പോൾ ഒരു 11 അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 ആധ്യാത്മികത കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് 11 ദൈവാനുഗ്രഹങ്ങൾ കിട്ടുക. ഒന്നാമത്തെ അനുഗ്രഹമാണ് പരിശുദ്ധി കൊണ്ട് നിറയും. 2 സമ്പൂർണമായി സൗഖ്യം പ്രാപിക്കും. 3 കർത്താവിന്റെ സംരക്ഷണം ലഭിക്കും. 4 പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. 5 ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധി മുളപ്പിക്കാൻ തുടങ്ങും. 6 ശാരീരിക ആരോഗ്യം വർദ്ധിക്കും. 7 ഉണർവും തീഷ്ണതയും ലഭിക്കും. 8 നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. 9 വരും തലമുറയുടെ നായകരാക്കും. 10 തകർന്ന കുടുംബങ്ങളെ, സമൂഹങ്ങളെ, ഇടവകളെ, കോൺഗ്രിഗേഷനെ പുനരുദ്ധരിക്കും. 11 ആത്മാക്കളുടെ രക്ഷ, നിത്യരക്ഷ ഒരു ദൈവ പൈതലിന് കിട്ടും എന്നുള്ള സത്യം വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പരിഹാരത്തിന്റെ, ഈ പ്രാശ്ചിത്തത്തിന്റെ, ഇപ്രകാരം അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ദൈവകരുണയുടെ ആധ്യാത്മികതയെ കെട്ടിപ്പിടിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ചില മക്കളുടെ മനസ്സിൽ വന്ന ചില ചിന്തയുണ്ട്. അച്ഛാ, പരിശുദ്ധ കുർബാനയപ്പ വേണ്ടേ? ദൈവത്തിന്റെ തിരുവചനം അപ്പ വേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഏതൊക്കെ ദൈവമക്കള് അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചിട്ട് ഈ പ്രകാരം പരിഹാരത്തിൻ്റെ, പ്രാശ്ചിത്തത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ദൈവകരുണയുടെ ആധ്യാത്മികതയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിക്കോ, ആ മക്കളെ അമ്മ മാതാവ് അമ്മയിൽ ചേർത്ത് നിർത്തുക മാത്രമല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അനുഭവിപ്പിക്കാനായിട്ട് ആ പിതാവിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈശോയുടെ കൃപ എന്താണെന്ന് അനുഭവിക്കാനായിട്ട് ഈശോയിലേക്ക് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് പരിശുദ്ധാത്മാവിലേക്ക് ചേർക്കുക. പരിശുദ്ധ കുർബാനയിലേക്ക് ഈ മക്കളെ കൊണ്ട് എത്തിക്കുക. തിരുവചനം ജീവിക്കാനായിട്ട്, തിരുവചനം ധ്യാനിക്കാനായിട്ട് ഈ മക്കളെ പഠിപ്പിക്കുക. അങ്ങനെ പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ നിത്യരക്ഷയിലേക്ക്, സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. ഈ 3 ആധ്യാത്മികതയെ കെട്ടിപ്പിടിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരിഹാരത്തിന്റെ, പ്രാശ്ചിത്തത്തിന്റെ ആധ്യാത്മികതയിൽ നിന്ന് ദൈവമക്കൾ മാറിപ്പോകല്ലേ. എനിക്ക് ഇന്ന് പറയാനുള്ള 2ാമത്തെ കാര്യത, പ്രിയപ്പെട്ടവരെ, ഏതൊരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കണേ, ഏതൊരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ജീവിതത്തിൽ 2 തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, സ്വന്തം ആത്മാവിനെ രക്ഷിക്കുക.
2, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കുക. ഇവിടെ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ പരിശ്രമിക്കുകയും എന്നാൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നാൽ മക്കളെ നിത്യജീവിതത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക് കടന്നു പോകാനായിട്ട് പറ്റില്ല. എന്നാൽ അനേകം ആത്മാക്കളെ രക്ഷിക്കുകയും സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവർക്കും നിത്യരക്ഷ പ്രാപിക്കാനായിട്ട് പറ്റില്ല. ഒരു ദൈവ പൈതലിന് നിത്യരക്ഷ പ്രാപിക്കാനായിട്ട്, സ്വർഗം പ്രാപിക്കാനായിട്ട് പറ്റണമെങ്കിൽ സ്വന്തം ആത്മാവിനെ രക്ഷിക്കാൻ പരിശ്രമിക്കണം. ഒപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ കേട്ടെ, ഒരുവൻ ലോകം മുഴുവനും നേടിയാൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അനേകം പ്രാവശ്യം വായിച്ചിട്ടുള്ള, അനേകം പ്രാവശ്യം കേട്ടിട്ടുള്ള ഈ വചനം മിക്കവാറും നമ്മൾ ഒരിക്കലും ധ്യാനിക്കാത്ത ഒരു വചനമായിട്ട് മാറ്റിവെച്ചേക്കുക. കാരണം ഇത് ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ അനേകം മക്കൾ ഓടി നടക്കുന്നുണ്ട്, അനേകം മക്കൾ പരക്കം പായുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? സമ്പത്തുണ്ടാക്കാനായിട്ട്, പണമുണ്ടാക്കാനായിട്ട്, അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനത്തിന് വേണ്ടി, സൗഭാഗ്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, ലോകത്തിൽ എന്തൊക്കെ കിട്ടാൻ പറ്റുമോ അത് മുഴുവനും നേടിയെടുക്കാനായിട്ട് ഈ കാലഘട്ടത്തിന്റെ മക്കള് പരക്കം പായുക. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ലോകത്തിലുള്ള മുഴുവനും കാര്യങ്ങള് 60, 70, 80, 90, 100 വർഷം കൊണ്ട് നേടിയെടുത്തു എന്ന് ചിന്തിക്ക്. എല്ലാം നേടിയെടുത്തിട്ട് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ, കേട്ടെ, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നിത്യമായിട്ട് നരകത്തിലെ നിത്യ നരകാഗ്നിയിൽ കിടക്കേണ്ടി വരില്ലേ? പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. നീയും 90 വർഷക്കാലം, 60 വർഷക്കാലം, 50 വർഷക്കാലം സമ്പാദിച്ച പണമാകട്ടെ, സമ്പാദിച്ച സുഖമാകട്ടെ, സമ്പാദിച്ച വസ്തുവകളാകട്ടെ, സമ്പാദിച്ച ആഡംബരങ്ങളാകട്ടെ, ഇതിലേതെങ്കിലും ഒന്ന് നിന്റെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഞാൻ അനേകം മക്കളോട് ചോദിക്കാറുണ്ട്, മക്കളെ, സ്വർഗത്തിൽ വിശ്വാസമുണ്ടോ? നരകത്തിൽ വിശ്വാസമുണ്ടോ? ന്യായവിധിയിൽ വിശ്വാസമുണ്ടോ? വേറെ ചിലവരോട് ചോദിക്കാറുണ്ട്, നിത്യജീവനിൽ വിശ്വാസമുണ്ടോ? പലരും പറയുന്ന ഉത്തരമാണ്, അച്ഛാ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞാൻ എടുത്തു ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമുണ്ട്, മക്കളെ, വിശ്വാസമുണ്ടായിട്ട് നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഇന്ന് വരെ ജീവിതത്തിൽ ധ്യാനിക്കുകയോ ചിന്തിക്കുകയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവർ പറയുന്ന ഉത്തരം ഇല്ല എന്നാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അനേകം മക്കള് ഇന്ന് നരകത്തിൽ വിശ്വസിക്കുന്നു, സ്വർഗത്തിൽ വിശ്വസിക്കുന്നു, ന്യായവിധിയിൽ വിശ്വസിക്കുന്നു. പക്ഷേ നരകത്തിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ, നരകത്തിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വഴികൾ ഉപേക്ഷിക്കാൻ, നരകത്തിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വസ്തുവകള്, ആഡംബര മേഖലകള് ഉപേക്ഷിക്കാൻ റെഡിയല്ല. അവർ ദൈവത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് വരാനായിട്ട് തയ്യാറല്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ മക്കളെ. അവർ സ്വർഗത്തെ ധ്യാനിക്കുന്നില്ല, അവർ ന്യായവിധിയെ ധ്യാനിക്കുന്നില്ല, അവർ നരകത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ധ്യാനിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ചിന്തിക്കാത്തതിൻ്റെ ഫലമായിട്ട് അവർ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുന്നു, വർത്തമാനകാലത്തിൽ എനിക്ക് എന്തൊക്കെ നേടണം, എനിക്ക് എന്തൊക്കെ സമ്പാദിക്കണം, ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് അനേകം മക്കള് നരകാഗ്നിയിലേക്ക് പോകാനായിട്ട് അപ്രകാരം ജീവിതം നയിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വർത്തമാനകാലത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന കാര്യം എന്താ? എപ്രകാരം എനിക്ക് പണം നേടണം, എപ്രകാരം എനിക്ക് സമ്പത്ത് നേടണം, എപ്രകാരം എനിക്ക് സുഖം നേടണം, എപ്രകാരം എൻ്റെ മക്കളെ പഠിപ്പിക്കണം, എപ്രകാരം എനിക്ക് പുറത്തേക്കൊന്ന് പോകണം,
എപ്രകാരം എനിക്കൊരു കൊട്ടാരം പണിയണം. ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം മനുഷ്യൻ പരിശ്രമിക്കുമ്പോൾ, മക്കളെ, തമ്പുരാന്റെ വചനം പഠിപ്പിക്കുന്നു, നീ ലോകം മുഴുവനും നേടിയാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്തു പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മൾ വെറും പുഴുവ, വെറും കുമിളകളാ, വെറും മൂടൽ മഞ്ഞ, വെറും തൃണമ എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത നമുക്ക് വേണ്ടി നമ്മുടെ യേശുക്രിസ്തു, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ യേശുക്രിസ്തു ചെയ്ത കാര്യം എന്താ? സ്വന്തം ജീവൻ പോലും നമുക്ക് വേണ്ടി ത്യജിച്ചുകൊണ്ട്, നമുക്ക് വേണ്ടി പാടുപീട ഏറ്റെടുത്തുകൊണ്ട്, നമുക്ക് വേണ്ടി സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, നമുക്ക് വേണ്ടി മുൾക്കിരീടം ചേർത്ത് പിടിച്ചുകൊണ്ട്, നമുക്ക് വേണ്ടി മൂന്നാണികളാൽ തൂങ്ങിക്കടന്നുകൊണ്ട് നമ്മളോട് കരുണ കാണിച്ച് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗങ്ങളാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈശോ ഏറ്റെടുത്തത്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്താ തിരിച്ചു ചെയ്തേ? നമ്മളെ രക്ഷിക്കാനാകിട്ട് ഇത്രമാത്രം സഹിച്ച, ഇത്രമാത്രം സ്നേഹിച്ച, ഇത്രമാത്രം വേദനയെടുത്ത ആ യേശുവിനെ നമ്മൾ വേദനിപ്പിക്കുകയല്ലേ ചെയ്തേ? നമ്മൾ ദുഃഖിപ്പിക്കുകയല്ലേ ചെയ്തേ? നമ്മൾ ദ്രോഹിക്കുകയല്ലേ ചെയ്തേ? നമ്മൾ നിന്ദിക്കുകയല്ലേ ചെയ്തേ? നമ്മൾ പുറംതിരിയുകയല്ലേ ചെയ്തേ? നമ്മൾ മറുതലിക്കുകയല്ലേ ചെയ്തേ? നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തി കൊണ്ട് നമ്മൾ ഈശോയോട് പറഞ്ഞ കാര്യം എന്താ? എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് ഈ പാപം മതി. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചിന്തിച്ച്, ഒരു സൈഡില് യേശുക്രിസ്തു മൂന്നാണികളാൽ തൂങ്ങിക്കിടന്നിട്ട് ഇപ്രകാരം നമ്മളെ നോക്കി പറയുക, കുഞ്ഞെ, എനിക്ക് നിന്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നു. മറുസൈഡില് ഇതാ വ്യഭിചാരത്തിന്റെ ഒരു ദുർഭൂതവുമായിട്ട് ഒരു വ്യക്തി നിന്നുകൊണ്ട് നിന്റെ മാടി വിളിക്കുന്നു, മക്കളെ, നീ ഈ സമയത്ത് ഈ വ്യഭിചാരം ചെയ്യാനായിട്ട് ഈ പ്രകാരം ചില വ്യക്തികളെ ആശ്രയിക്കുകയാണെങ്കിൽ, ചില വ്യക്തികളിലേക്ക് പോകുവാണെങ്കിൽ, നീ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ സ്ഥാപിച്ചെടുക്കുന്നത്, യേശുവേ, എനിക്ക് നിന്നെ വേണ്ട. നമ്മൾ പരിശോധിക്കണം മക്കളെ. ഒരു സൈഡില് യേശു മുൾക്കിരീടം ചാർത്തിക്കൊണ്ട് വേദന സഹിച്ചുകൊണ്ട് നമ്മളോട് പറയാ, കുഞ്ഞെ, എനിക്ക് നിന്റെ ആത്മാവിനെ വേണം. മറുസൈഡില് കുറെ പാപത്തിന്റെ സുഖം, കുറെ പണത്തിന്റെ സുഖം വെച്ച് നീട്ടിയിട്ട് പറയുക, കുഞ്ഞെ, നീ ഇങ്ങോട്ട് വന്ന ഇത് തരാം. മക്കളെ, നമ്മൾ ഈ പാപത്തിന്റെ സുഖത്തെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ നീ സത്യത്തില് യേശുക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പറയുന്നു, യേശുവേ, എനിക്ക് നിന്നെ വേണ്ട. എൻ്റെ മക്കളെ, പക്ഷെ നമ്മൾ വേണ്ട എന്ന് വെച്ച് മാറിപ്പോരുമ്പോൾ നമ്മുടെ ഈശോ ചെയ്യുന്ന കാര്യം എന്നാ? നമ്മുടെ ഈശോ ചെയ്യുന്ന കാര്യം എന്താ? ഇതാ നമ്മുടെ പുറകെ വന്നിട്ട് പാപമോചനം വാഗ്ദാനം ചെയ്യുക, പശ്ചാത്താപത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുക, അനുതാപത്തിന്റെ കൃപ നമുക്ക് തരിക, നമ്മളോട് വീണ്ടും കരുണ കാണിക്കുക, നമ്മളെ തിരിച്ചു വന്ന് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് മാടി വിളിക്കുക. മക്കളെ, ഈ പ്രകാരമുള്ള ഒരു യേശുക്രിസ്തു, ഈ പ്രകാരമുള്ള ഒരു ദൈവം നമുക്ക് എവിടെ നിന്നാ കിട്ടുന്നേ? പക്ഷെ നമ്മൾ എത്ര പേർ ആ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്? നമ്മൾ എത്ര പേർ ആ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നുണ്ട്? അതുകൊണ്ട് ജോബിന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനം ഇപ്രകാരം ചില ചോദ്യങ്ങൾ ജോബ് ആശ്ചര്യപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജോബിന്റെ പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം തുടങ്ങി പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, ജോബ് ചോദിക്കുക, അങ്ങ് മനുഷ്യനെ ഇത്ര കാര്യമാക്കാനും അവന്റെ പ്രവൃത്തികൾ ഉറ്റുനോക്കാനും അവൻ ആരാ? വീണ്ടും ജോബ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മനുഷ്യനിൽ നിന്ന് എന്ത് നന്മയാ ദൈവമേ നിനക്ക് ലഭിക്കുന്നേ? വീണ്ടും ചോദിക്കുവാണ്, എന്ത് പ്രതീക്ഷിച്ചിട്ടാ നീ ഇത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നത്? വീണ്ടും ചോദിക്കുവാണ്, എന്ത് കണ്ടിട്ടാ മനുഷ്യന്റെ അടുക്കലേക്ക് നീ വീണ്ടും വീണ്ടും വരുന്നത്? വീണ്ടും ചോദിക്കുവാണ്, മനുഷ്യൻ ദൈവത്തിനെതിരെ ചെയ്ത ദ്രോഹങ്ങളും അവിശ്വസ്തതയും നീ മറന്നുപോയോ? വീണ്ടും ചോദിക്കുന്നു, മനുഷ്യൻ ദൈവത്തെ പലപ്പോഴും പുച്ഛിച്ച് തള്ളിയത് നീ മറന്നുപോയോ? വീണ്ടും ചോദിക്കുന്നു, ഈ മനുഷ്യനിൽ നിന്ന് പാപമല്ലാതെ നിനക്കെന്താ കിട്ടാനുള്ളത്? പ്രിയപ്പെട്ട ദൈവമക്കളെ,
പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇപ്രകാരം ഒരു ചോദ്യം നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ, ദൈവമേ, എന്നിൽ നിന്ന് നിനക്ക് ഇനി കിട്ടാനുള്ളത് പാപം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എളിമയോടെ നിൽക്കുമ്പോൾ നമ്മുടെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞേ, എനിക്ക് വേണ്ടത് നിന്റെ പാപമാ. ആ പാപം ഞാൻ ചുമലേറ്റിക്കോളാം. ആ പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ കുരിശിൽ മറിച്ചോളാം. ആ പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ ഇനിയും ആണികൾ ആടി ഏറ്റെടുത്തുകൊള്ളാം. ആ പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ ഇനിയും ചാട്ടവാറടി ഏറ്റെടുത്തുകൊള്ളാം. നിനക്ക് നിന്റെ ആത്മാവിനെ എനിക്കൊന്ന് തരാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പുറകെ നടക്കുന്ന ഒരു ക്രിസ്തു, ആ ക്രിസ്തു നമ്മുടെ പുറകെ നടന്ന് പല ധ്യാനങ്ങളിലൂടെ നമ്മളെ മാടി വിളിച്ചിട്ടില്ലേ? പല ഉപദേശങ്ങളിലൂടെ നമ്മുടെ മാടി വിളിച്ചിട്ടില്ലേ? പല പ്രബോധനങ്ങളിലൂടെ നമ്മളെ തിരിച്ചു വിളിച്ചിട്ടില്ലേ? പല കൃപകളിലൂടെ നമ്മളെ തിരിച്ചു വിളിച്ചിട്ടില്ലേ? പല അനുഗ്രഹത്തിലൂടെ നമ്മളെ തിരിച്ചു വിളിച്ചിട്ടില്ലേ? ഇത്രമാത്രം തിരിച്ചു വിളിച്ച് ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തുവിനെ വേണ്ട എന്ന് വെച്ചിട്ട് പാപത്തെ കയറി കെട്ടിപ്പിടിക്കാൻ മക്കളെ എങ്ങനെയാ നമുക്ക് പറ്റുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് മറ്റൊരാളിൽ നിന്ന്, നിങ്ങൾ ഇപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു മനുഷ്യൻ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിന്റെ പകുതി സമയം സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാർന്നെങ്കിൽ എത്ര പണ്ടേ രക്ഷപ്പെട്ടേനെ. ഒരു മനുഷ്യന് സ്വന്തം ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിന്റെ, അധ്വാനിക്കുന്നതിന്റെ പകുതി അധ്വാനം സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ചാൽ എത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടേനെ. ഒരു മനുഷ്യൻ ലൗകിക കാര്യത്തിന് വേണ്ടി കാണിക്കുന്ന ജാഗ്രതയുടെ പകുതി ജാഗ്രത സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി കാണിച്ചാർന്നെങ്കിൽ എത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടേനെ. മക്കളെ, നമ്മൾ എത്ര പേരുണ്ട് സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ, സമയം എടുക്കാൻ, അല്ലെങ്കിൽ പരിശ്രമിക്കാൻ തയ്യാറായ എത്ര പേര്? നമ്മൾ പരിശോധിച്ച്, ഒരു വ്യക്തി നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം വായ്പ മേടിച്ചു. ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞ് മേടിച്ചു കൊണ്ടുപോയതാ. സമയമായപ്പോഴും കിട്ടിയിട്ടില്ല. പറഞ്ഞ സമയം തീർന്നു. ആ പൈസ തിരിച്ച് നമ്മുടെ കൈ കിട്ടുന്നിടം വരെ നമ്മൾ അസ്വസ്ഥരാ, നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ചില കള്ളത്തരം പറഞ്ഞായാലും അവരിൽ നിന്ന് ആ പൈസ തിരിച്ച് കിട്ടാനായിട്ട് നമുക്കറിയാവുന്ന സകല പരിപാടികളും നോക്കും. മക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വർഷങ്ങളായിട്ട്, മാസങ്ങളായിട്ട്, ദിവസങ്ങളായിട്ട് സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ നീ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളിൽ എത്ര പേർക്ക് അസ്വസ്ഥതയുണ്ടായിട്ടുണ്ട്, വേദനയുണ്ടായിട്ടുണ്ട്, ദുഃഖമുണ്ടായിട്ടുണ്ട്? തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യഭിചാരത്തിലും ദുർവൃത്തിയിലും അകപ്പെട്ട ആത്മാക്കളെ കുറിച്ച്. ഞാനതിൻ്റെ മറ്റ് സൈഡിലേക്കൊന്നും പോകുന്നില്ല. ഒരു ചെറിയ മേഖല മാത്രം ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ 2 ശിക്ഷകളുണ്ട്. അത് ദുർവൃത്തിയുടേതാകാം, വ്യഭിചാരത്തിൻ്റെതാകാം. മക്കളെ, പാപിക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ശിക്ഷ. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ശ്രദ്ധിക്കണേ. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. 2, പാപിയെ പാപത്തിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ പാപം പെരുകാൻ ദൈവം അവനെ അനുവദിക്കുന്നു. കേൾക്കണം, പാപിയെ പാപത്തിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ പാപം പെരുകാൻ ദൈവം അവനെ അനുവദിക്കുന്നു. 2 കാര്യം. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. 2, പാപിയെ പാപത്തിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ പാപം പെരുകാൻ ദൈവം അവനെ അനുവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപിയെ പാപത്തിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ആ പാപം പെരുകാൻ ദൈവം അവനെ ഉപേക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 8 കാര്യം ജീവിതത്തിൽ സംഭവിക്കുക. ഒന്നാമത്തെ കാര്യം, പാപിയായ മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് വിശുദ്ധ ഭയത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വചനത്തിൻ്റെയും വേലി ദൈവം പൊളിച്ചു മാറ്റുന്നു.
കേൾക്കണം മക്കളെ, നമ്മുടെ ആത്മാവിൽ നിന്ന് വിശുദ്ധ ഭയത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വചനത്തിൻ്റെയും വേലി ദൈവം പൊളിച്ചു മാറ്റുന്നു. 2, തഴക്കദോഷത്തില് ആ വ്യക്തി വീണു പോകുന്നു. 3, അന്ധത ആ വ്യക്തിയെ മൂടാൻ തുടങ്ങുന്നു. 4, ആ വ്യക്തി അശുദ്ധമായി തീരുന്നു. 5, ആ വ്യക്തി അടിമയായി തീരുന്നു. 6, പ്രബോധനവും ശാസനങ്ങളും പുച്ഛിച്ചു തള്ളുന്നു. 7, കൃപ നഷ്ടപ്പെടുന്നു. 8, സ്വർഗം നഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഡോക്ടറിന്റെ അടുത്ത് രോഗി വന്നു എന്നിരിക്കട്ടെ. ആ രോഗി വന്നിട്ട് തന്റെ രോഗലക്ഷണങ്ങൾ മുഴുവനും പറയുമ്പോൾ ഡോക്ടർ പറയുന്നു, ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ് പരിഹാര മാർഗം, ഇന്ന മെഡിസിൻ ആണ് എടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ രോഗി ഇത് കേട്ടിട്ട് ഈ ഡോക്ടറിനെ അനുസരിക്കാതെ മെഡിസിൻ എടുക്കാതെ താൻ ജീവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? രോഗം മൂർച്ഛിക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ രോഗിയെ ഡോക്ടർ ഉപേക്ഷിക്കും. അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി മരിച്ചു പോകും. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തിട്ട് പാപത്തിൽ ജീവിച്ചുകൊണ്ട് ആ പാപം വിട്ടുപേക്ഷിക്കാതെ ആ പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന കാര്യം 2 കാര്യമാ. 1, നിശ്ചയിച്ച സമയത്തിന് ശേഷം ദൈവം അവനോട് കുറച്ചു മാത്രം സംസാരിക്കും. കേട്ടോണം, നിശ്ചയിച്ച സമയത്തിന് ശേഷം ദൈവം ആ വ്യക്തിയോട് കുറച്ചു മാത്രം സംസാരിക്കും. 2ാമത്തെ കാര്യം, രക്ഷിക്കാൻ പര്യാപ്തമായ കൃപ മാത്രം ആ വ്യക്തിക്ക് കൊടുക്കും. പക്ഷെ എന്താ സംഭവിക്കണമെന്നറിയാമോ? മനസ്സിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഹൃദയം കഠിനമായി ഇരിക്കുന്നത് കൊണ്ട്, തഴക്കദോഷം തന്നെ കയറി മൂടിയിരിക്കുന്നത് കൊണ്ട് ആ ആത്മാവിന് രക്ഷപ്പെടാൻ പറ്റാതെ നാശത്തിലേക്ക്, നരകാഗ്നിയിലേക്ക് പതിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ മക്കളെ, വിശുദ്ധർ ചെയ്ത കാര്യം എന്താ? ഈ ലോകത്തിലെ തന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന സകല കാര്യവും ത്യജിച്ചുകൊണ്ട് അവർ ആത്മരക്ഷയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ പോയി പലപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുക. പല രാജാക്കന്മാരും പ്രഭുക്കന്മാരും ചെയ്ത കാര്യം എന്താ? സ്വന്തം ആത്മരക്ഷയ്ക്കുമായിട്ട് അവർ രാജ്യത്തെയും ഭൂസ്വത്തുക്കളും ഉപേക്ഷിച്ചുകൊണ്ട് ഏകാന്ത വാസത്തിലേക്ക് പോകുക. പല യുവതി യുവാക്കന്മാർ ചെയ്ത കാര്യം എന്താ? സ്വന്തം നാടിനെയും കൂട്ടുകാരെയും വിട്ടിട്ട് മരുഭൂമിയിലേക്ക്, ഗുഹകളിലേക്ക് പോയി അവർ പ്രാർത്ഥിക്കുക. പല ദൈവമക്കളും ചെയ്ത കാര്യം എന്താ? പ്രിയപ്പെട്ടവരെ, സ്വന്തം ആത്മരക്ഷയ്ക്കായിട്ട് വിശ്വാസത്തിന് വേണ്ടി കഴുത്ത് നീട്ടിവെച്ച് കൊടുത്തുകൊണ്ട് അവർ രക്തസാക്ഷിത്വം നേടിയെടുക്കുക. നമ്മൾ ചിന്തിച്ച് നോക്കണം, നമ്മൾ എന്താ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്? നമ്മൾ എന്താ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തുമാത്രം അധ്വാനിച്ചേക്കണേ? ഇല്ലെങ്കിൽ ആത്മരക്ഷയുടെ ഏതു മാർഗത്തിലേക്കാണ് മക്കളെ നമ്മൾ വന്നേക്കണേ? വിശുദ്ധ ഫിലിപ്പിനേരി പറയുന്ന ഒരു വാക്യമുണ്ട്, ഒത്തിരി സ്പർശിക്കുന്ന വാക്യമാ. മറ്റൊന്നുമല്ല, സ്വർഗം മടിയന്മാർക്കുള്ളതല്ല, ആത്മരക്ഷയ്ക്കായിട്ട് അധ്വാനിക്കുന്നവർക്കാണ് സ്വർഗം. കേട്ടെ, സ്വർഗം മടിയന്മാർക്കുള്ളതല്ല, ആത്മരക്ഷയ്ക്കായിട്ട് അധ്വാനിക്കുന്നവർക്ക്. വിശുദ്ധ തെരേസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. തെരേസ് പറയുന്ന കാര്യപ്രകാരമാണ്, ഒരേ ഒരു ആത്മാവ്, ഒരേ ഒരു നിത്യത. അതുകൊണ്ട് ഒരേ ഒരു ആത്മാവിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ പാടുള്ളൂ, അത് നിത്യതയിൽ എത്തിച്ചേരാനായിട്ട്. അതിനെതിരായിട്ട് വരുന്ന ഏതൊക്കെ വിലകെട്ട കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നാലും, വിലകെട്ട ഏതൊക്കെ കനികള്, വിഷക്കനികള് ഏതൊക്കെ ജീവിതത്തിലേക്ക് വന്നാലും അത് സ്പർശിക്കാതിരുന്നാൽ മാത്രമേ നിനക്ക് നിത്യതയിൽ എത്തിച്ചേരാൻ സാധ്യമാകൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തിൽ ഒരേ ഒരു തിന്മയേ ഉള്ളൂ, അത് നരകശിക്ഷയാ. എന്നാൽ ലോകത്തിൽ ഒരേ ഒരു നന്മയേ ഉള്ളൂ, അത് നിത്യരക്ഷയാ. എന്നിട്ട് കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ജീവിതത്തിലെ വേദനകളാകാം, വിഷമങ്ങളാകാം, സങ്കടങ്ങളാകാം, ദാരിദ്ര്യമാകാം, ഏതൊക്കെ ദുഃഖങ്ങളാകാം മക്കളെ, ഇതെല്ലാം സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തരുന്ന സമ്മാനമാ. അത് സ്വർഗത്തിൽ നിന്റെ മഹത്വം വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്.
പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ നാട്ടില് ചില വ്യക്തികൾ മരിച്ചു എന്ന് കാണുമ്പോൾ അറിയുമ്പോൾ പല അമ്മച്ചിമാര് ഒത്തിരി ദുഃഖിക്കാറുണ്ട്. അവർ പങ്കുവെക്കുന്ന ഒരു കാര്യം എന്നറിയാമോ? ഒരുങ്ങാത്ത മരണമല്ലോ, ഒരു നല്ല ജീവിതമൊന്നും അല്ലല്ലോ നയിച്ചേ, ആള് മരിച്ചുപോയല്ലോ, ഇപ്പൊ എവിടെയായിരിക്കും, ആത്മാവിന് എന്ത് പറ്റിയായിരിക്കും നമ്മൾ പറയാറില്ലേ? എന്നാൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത് തന്നെയാ. എൻ്റെ കുഞ്ഞെ, ഈ സമയത്ത്, ഈ മിനിറ്റില്, ഈ നിമിഷത്തില് നിന്റെ ആത്മാവിനെ ദൈവം എടുത്താൽ ഈ ആത്മാവിന്റെ സ്ഥിതി എവിടെയായിരിക്കും? പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, മരണത്തോടുകൂടി മനുഷ്യൻ സമ്പാദിച്ച, മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ കാര്യവും തീരുവ. പിന്നെ നിന്റെ ഈ ശരീരത്തോട് കൂട്ടിയോജിച്ച് കിടക്കുന്നത് ഒന്ന് ശവക്കല്ലറ അല്ലെങ്കിൽ ശവക്കുഴി, 2 ശവപ്പെട്ടി, 3 നിന്നെ പുതപ്പിച്ച കച്ച, 4 ശരീരത്തിൽ കുറെ പുഴുക്കള്, 5 മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം, അവസാനം തൃപ്തിയില്ലാത്ത ഒരു ശവസംസ്കാരം. മക്കളെ, ഇത് മാത്രമാണ് ശരീരത്തിന്റെ കൂടെ കിടക്കുന്ന കാര്യങ്ങള്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞോണം, ആരൊക്കെ ഈ ലോകത്തില് ശരീരത്തെ സുഖിപ്പിക്കുന്നുണ്ടോ, ശരീരത്തിന് സന്തോഷം കൊടുക്കുന്നുണ്ടോ, അവർ ചെയ്യുന്ന കാര്യം നരകത്തിൽ അവർ തീയെ, അഗ്നിയെ പരിപോഷിപ്പിക്കുക മാത്രമാ ചെയ്യുന്നുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിന് അടിമപ്പെടുമ്പോഴും ദുർവൃത്തിക്ക് അടിമപ്പെടുമ്പോഴും 4 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, പാപത്തിന്റെ കുറ്റം ആ വ്യക്തിയിൽ വരും, ആ പാപത്തിന്റെ കുറ്റം. 2, പാപത്തിന്റെ കടമല്ലെങ്കിൽ കറ വരും. 3, പാപത്തിന്റെ അരൂപി വരും. 4, പാപത്തിന്റെ ആസക്തിയും വരും. പ്രിയപ്പെട്ട മക്കളെ, ഈ പാപം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പാപത്തിന്റെ അരൂപി വ്യക്തിയിൽ മാത്രമല്ല, ആ വ്യക്തി വസിക്കുന്ന കുടുംബത്തില്, ആ പാപം ചെയ്ത ആ സ്ഥലത്ത്, അതോടൊപ്പം അടുത്ത തലമുറയിലേക്കും ആരോപ്യം വരിക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായി. ഇതിന്റെ കാരണം എന്താണെന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഇതേ പാപത്തിന്റെ അനന്തരഫലമായിട്ടുണ്ടായ അകൃത്യത്തിൽ നിന്നും ജനിച്ചതാ ആ കാണുന്ന ജലപ്രളയം. സൊദോം ഗൊമോറ ചുട്ട് ചാമ്പലായി പോയി. അതിന്റെ പിന്നിലെ കാരണം എന്താ? ശരിക്കും പരിശോധിച്ചു നോക്കുമ്പോൾ ഇതേ പാപത്തീന്ന് ഉടലെടുത്തിട്ടുള്ള ചില അകൃത്യത്തിന്റെ ഫലമായിട്ടുണ്ടായ ചില കാര്യമാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദേശം നശിക്കുന്ന, കുടുംബം നശിക്കുന്ന, വ്യക്തി നശിക്കുന്ന മാരക പാപക്കെട്ടാണ് വ്യഭിചാരത്തിന്റെ, ദുർവൃത്തിയുടെ പാപക്കെട്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 19-ാമത്തെ വചനം പഠിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 19-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. ദുഷ്ചിന്ത, പരസംഗം, കൊലപാതകം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. വീണ്ടും വചനം പഠിപ്പിക്കുന്നു. കൊരിന്തോസ് ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. വ്യഭിചാരത്തിൽ നിന്നും ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. വീണ്ടും വചനം പഠിപ്പിക്കുന്നു. സുഭാഷങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 32-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ നശിപ്പിക്കുക. മക്കളെ, തിരുവചനം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ വചനം മുഴുവനും പറഞ്ഞു വെക്കുന്ന കാര്യം, വ്യഭിചാരത്തിന്റെ ഫലമായിട്ട് അനേകം നാശങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക്, തകർച്ചകള് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൂടും എന്നുള്ള സത്യമാ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെങ്ങനെയാ മക്കളെ നമുക്ക് ഈ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുന്നേ? എനിക്ക് തോന്നുന്ന 3 കാര്യം ഇത് പറഞ്ഞു നിർത്താം. 3 കാര്യത്തിലൂടെ ഈ ആത്മാക്കളെ രക്ഷിക്കണമെങ്കിൽ, ഒന്നാമത്തെ കാര്യം, പരിഹാരം ചെയ്യാൻ, പ്രായശ്ചിത്തം ചെയ്യാൻ ഈശോയോടുള്ള സ്നേഹത്താല്
ഭ്രാന്ത് പിടിച്ച ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ഭ്രാന്ത് പിടിച്ച ഒരു 100 കണക്കിന് മക്കള് ഈ ശുശ്രൂഷയിൽ നിന്നും ഉടലെടുത്താൽ ഈ പ്രകാരം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും. വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ചോ, അപ്പസ്തോലന്മാരുടെ ജീവിതം പരിശോധിച്ചോ, രക്തസാക്ഷികളുടെ ജീവിതം പരിശോധിച്ചോ. മക്കളെ, ഇവർക്കൊക്കെ ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥ കാണാൻ പറ്റും. എന്തിനെ കുറിച്ചുള്ള ഭ്രാന്ത? ഈശോയോടുള്ള സ്നേഹത്തിന്റെ ഭ്രാന്ത്, ആത്മാക്കളെ നേടിയെടുക്കാനുള്ള ഭ്രാന്ത്. മക്കളെ, ഇതേ ഭ്രാന്ത് നമുക്ക് കിട്ടിയാൽ, മദർ തെരേസയ്ക്ക് കിട്ടിയ ഭ്രാന്ത്, ഫ്രാൻസിസ് സേവ്യറിന് കിട്ടിയ ഭ്രാന്ത്, ഡോൺ ബോസ്കോയ്ക്ക് കിട്ടിയ ഭ്രാന്ത്, കൊത്രേസ്യയ്ക്ക് കിട്ടിയ ഭ്രാന്ത്, മക്കളെ സകല വിശുദ്ധർക്ക് കിട്ടിയ ഈശോയോടുള്ള സ്നേഹത്തോടുള്ള ആ ഭ്രാന്തുണ്ടല്ലോ, ഇല്ലെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആ ദാഹമുണ്ടല്ലോ, അത് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഒരു 100 മക്കൾക്ക് കിട്ടി. ഈ പ്രകാരം കത്തിജ്വലിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അനേകം ആത്മാക്കൾ രക്ഷപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ച മക്കളെ, ഞെരുക്കത്തിലൂടെ, വിശപ്പിലൂടെ, വേദനയിലൂടെ, തകർച്ചയിലൂടെ, സങ്കടങ്ങളിലൂടെ, പ്രിയപ്പെട്ടവരെ അസൗകര്യങ്ങളിലൂടെ, ഇതിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും അവര് പഴി പറഞ്ഞില്ല, അവര് വിധിച്ചില്ല, അവര് കുറ്റപ്പെടുത്തിയില്ല. അവർ ചെയ്തത് ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കുക. ആർക്കൊക്കെ ഇപ്രകാരമുള്ള ഒരു ദാഹം, ഈശോയുടെ സ്നേഹത്തോടുള്ള ഒരു ഭ്രാന്ത് തൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു കൃപ കിട്ടിക്കഴിഞ്ഞാൽ, മക്കളെ, ഏതൊക്കെ വേദന വന്നോട്ടെ, ഏതൊക്കെ വിഷമം വന്നോട്ടെ, ഏതൊക്കെ സങ്കടം വന്നോട്ടെ, ആരൊക്കെ കുറ്റം ആരോപിച്ചോട്ടെ, ആരൊക്കെ സൽപ്പേര് കളഞ്ഞോട്ടെ, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യം, മക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾ ഒരു 33 ദിവസം അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ മക്കളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ പരിഹാര പ്രാശ്ചിത്ത പ്രവർത്തികൾ ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ ഈ ആത്മാക്കൾക്ക് വേണ്ടി. അവിടെ ഡെലിവറൻസ്, അവിടെ മാറ്റം വരുന്നേ. പറഞ്ഞേ ഹല്ലേലൂയാ. മൂന്നാമത്തെ ഒരു കുഞ്ഞിക്കാര്യം കൂടി, രാവിലെ 3 മണിക്ക് ആ ടൈം പീസ് വെച്ച് ഒന്ന് എഴുന്നേക്കാമോ? ആ ബെഡിന്റെ ചുവട്ടിൽ പോയി ഒന്ന് മുട്ടുകുത്താമോ? 2 കരങ്ങളും ഒന്ന് വിരിച്ചു പിടിച്ചിട്ട് വ്യഭിചാരത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന, ദുർവൃത്തിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരു കരുണ കൊന്ത ചൊല്ലാമോ? ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആ രൂപത്തിന്റെ മുമ്പിൽ പോയിട്ട്, ഇല്ലെങ്കിൽ ഒരു ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ആ കരുണയുടെ ശുശ്രൂഷയുടെ മുന്നിൽ പോയിട്ട് മുട്ടുകൊത്തി കരം വിരിച്ചു പിടിച്ച് ഈ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് കരുണ കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുമോ? മക്കളെ, ഇതിലൂടെ അനേകം ആത്മാക്കൾ ഈ പാപത്തിന്റെ കെട്ട് അടിഞ്ഞ് രക്ഷപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളെ, ഒരാൾ പോലും നഷ്ടപ്പെടരുത്. നമ്മുടെ കയ്യിൽ ആ തമ്പുരാൻ തന്നേക്കണേ. നമുക്കിത് അറിവ് തന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ചാവേറാകാൻ, ഈ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഭ്രാന്ത് പിടിക്കാൻ, ഈ ആത്മാക്കൾക്ക് വേണ്ടി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ, ഇവർക്ക് വേണ്ടി കരമുയർത്തി പിടിച്ചുകൊണ്ട് ത്യാഗമെടുത്ത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ വിളിച്ചേക്കണേ. ഈ വിളി സ്വീകരിക്കാൻ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ, ഈ വിളി സ്വീകരിക്കാൻ ആര് റെഡിയായോ അവരെ തമ്പുരാൻ അനുഗ്രഹിക്കും. ഒപ്പം അവരിലൂടെ അനേകം വ്യക്തികൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. എഴുന്നേറ്റ് നിൽക്കാം മക്കളെ, എഴുന്നേറ്റ് നിൽക്കാം. മക്കളെ, എന്തൊക്കെ നേടിയാലും ആത്മാവ് രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ടൊരു കാര്യമില്ല. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നമുക്കൊരു പ്രയോജനമില്ല. മക്കളെ, നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കാം. നമ്മുടെ ഈ പരക്കം പാച്ചിലൊന്ന് നിർത്താം. നമുക്ക് ഈശോയോടുള്ള സ്നേഹം വേണം, ഒരു കൊതി വേണം. മക്കളെ, ഡോൺ ബോസ്കോയ്ക്കുണ്ടായിരുന്ന, കൊത്രേസ്യയ്ക്കുണ്ടായിരുന്ന, മദർ തെരേസയ്ക്കുണ്ടായിരുന്ന, ഫ്രാൻസിസ് അസീസിക്കുണ്ടായിരുന്ന ആ ഈശോയോടുള്ള സ്നേഹത്തോടുള്ള ഒരു കൊതിയുണ്ടല്ലോ മക്കളെ. ആത്മാക്കൾ നഷ്ടപ്പെടുന്ന അവരെ വീണ്ടെടുക്കാനുള്ള ഒരു ദാഹം, ഒരു ഭ്രാന്തുണ്ടല്ലോ. ഇത് നമുക്കും വേണം. തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച ദൈവമേ, എനിക്ക് നിന്നെ സ്നേഹിക്കാനുള്ള കൃപ, ആത്മാക്കളെ നേടിയെടുക്കാനുള്ള ഒരു സ്നേഹം, അതിന്റെ ഒരു കൃപ എനിക്ക് താ.
ഈ രാത്രിയുടെ യാമങ്ങളിൽ ഏതൊക്കെ ദൈവമക്കൾ ഈ പാപത്തിന്റെ ബന്ധനത്തിലേക്ക് വീണു പോകുന്നു, അവരെ മുഴുവനും ഈ രാത്രിയുടെ യാമങ്ങളിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് രക്ഷിക്കാനുള്ള ഒരാത്മീയ ധൈര്യം, ആത്മീയ കൃപ എനിക്കൊന്ന് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒന്ന് ആത്മാർത്ഥമായി ഈ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്തുതിക്കാമോ? യേശുവേ, രക്ഷിക്കണമേ, ആത്മാക്കളെ രക്ഷിക്കണമേ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. രക്ഷിക്കണേ അപ്പാ, രക്ഷിക്കണേ അപ്പാ, കരുണ കാണിക്കണേ അപ്പാ, ആത്മാക്കളെ രക്ഷിക്കണേ അപ്പാ, നഷ്ടപ്പെട്ടു പോകല്ലേ അപ്പാ. ഈ മക്കളോട് കരുണ കാണിക്കണമേ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണീര് കാണണമേ, ഞങ്ങളുടെ ത്യാഗങ്ങൾ കാണണമേ, ഞങ്ങളുടെ പരിഹാരങ്ങൾ കാണിക്കണമേ, കാണണമേ. ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു, സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, കർത്താവേ നീ അറിയുന്നു, കർത്താവേ നീ അറിയുന്നു. ഒരു നിമിഷം ശാന്തരായിട്ട് സ്വസ്ഥാനങ്ങളിലിരിക്കുക. പരിശുദ്ധി അമ്മ മാതാവിലൂടെ റാണി ചേച്ചിക്ക് വെളിപ്പെടുത്തി കിട്ടിയ സന്ദേശം നമ്മൾ ശ്രദ്ധയോടെ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ മാസം 22-ാം തീയതി പരിശുദ്ധി അമ്മ മാതാവിൻ്റെ രാജ്ഞിത്വ തിരുനാളാണ്. അന്നാണ് നമ്മുടെ ഈ ശുശ്രൂഷ തീരുന്നേ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ റാണി ചേച്ചി നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിൽ പരിശുദ്ധ രാജ്ഞി എന്നുള്ള പ്രാർത്ഥന മനസ്സിൽ ഉരുവിട്ട് ശ്രദ്ധയോടെ ആ സന്ദേശം ശ്രവിക്കുക. അതിലൂടെ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പങ്കുചേരാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ശ്രമിക്കാം. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ 45-ാമത്തെ സന്ദേശം നൽകുന്നത് 2001 ഓഗസ്റ്റ് 15-നാണ്, സ്വർഗാരോപണ തിരുനാൾ ദിവസം. ഇതിനു മുൻപും സ്വർഗാരോപണത്തിൻ്റെ തിരുനാൾ ദിവസം പരിശുദ്ധാമ്മ സന്ദേശങ്ങൾ നൽകിയതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടില്ലേ? കേട്ടിട്ട് ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ നമ്മൾ യേശു സ്നേഹത്തിൻ്റെ ഓർമ്മയായിട്ട് ജീവിക്കണം. അതൊന്ന് ഓർത്തെടുക്കണം. വീണ്ടും വീണ്ടും അത് കേൾക്കാനുള്ളൊരു ദാഹം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഈ സന്ദേശങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കാനല്ല കേട്ടോ. വചനം വായിക്കണം, വിശുദ്ധാത്മാക്കളുടെ ജീവിത ചരിത്രങ്ങൾ വായിക്കണം. അങ്ങനെ നന്മയുടെ നുറുങ്ങുവെട്ടങ്ങൾ എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുമോ അതൊക്കെ നമ്മൾ വായിക്കണം, അറിയണം. അറിഞ്ഞാലല്ലേ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ. അങ്ങനെയല്ലേ നമ്മുടെ അറിവുകളിൽ കൃപ നിറയൂ. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെയൊക്കെ നമുക്ക് ഈ സന്ദേശങ്ങളുടെ പകർപ്പ് കിട്ടുമ്പോൾ അത് കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം. ദൈവിക ശുശ്രൂഷകൾ ഏതൊക്കെ ചാനലിലൂടെ വരുന്നോ അത് നമ്മൾ കേൾക്കണം. മറ്റു മാധ്യമ ചർച്ചകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്തേക്കാൾ
എത്രയോ മടങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്താൽ സമാധാനം കിട്ടും, സ്വർഗം കിട്ടും. അതല്ലേ നമുക്ക് വേണ്ടത്? അതിനായിട്ട് നമുക്ക് സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം, മുന്നേറാം. അമ്മ പറയുന്നു, പിതാവായ ദൈവം തൻ്റെ ഏകപുത്രന് മനുഷ്യനായി അവതരിക്കാൻ അവിടുത്തെ കരുണയാൽ യോഗ്യയാക്കിയ നിങ്ങളുടെ അമ്മയുടെ സ്വർഗാരോപണ ദിനം അനുസ്മരിക്കുന്ന മക്കളെ, ഇതാ ഈ അമ്മ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സുവർണ കവാടം തുറന്ന് നിങ്ങളെ അതിലേക്ക് സ്വീകരിക്കുകയും പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. വീണ്ടും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സ്വീകരിച്ചിട്ട് ത്രിത്വത്തിന് നമ്മളെ സമർപ്പിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അതാണ് വിമല ഹൃദയത്തിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, പ്രതിഷ്ഠിക്കുമ്പോൾ സംഭവിക്കുന്നത്. മക്കളെ, നിങ്ങൾ തിരിച്ചറിവിലേക്ക് വളരേണ്ട കാലഘട്ടമാണിത്. തിരിച്ചറിവിലേക്ക്. അറിവുണ്ട്, അറിവ് തിരിച്ചറിവാക്കി മാറ്റിയിട്ട് തിരിച്ചറിവിലേക്ക് വളരേണ്ട കാലഘട്ടമാണിത്. അമ്മ ഇതൊക്കെ പറയുമ്പോൾ മക്കളെ ഓർമ്മിപ്പിക്കുക, നിങ്ങൾ ജീവിക്കുന്ന കാലം ഇതാണ് മക്കളെ. നമ്മുടെ മക്കളോടൊക്കെ പറയാറില്ലേ, മോനെ ഇതാണ് കേട്ടോ കാലം, ഇങ്ങനെ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ, നന്മയിൽ മുന്നോട്ട് പോകണേ എന്നൊക്കെ പറയുന്നത് പോലെ അമ്മ പറയാ, തിരിച്ചറിവിലേക്ക് വളരേണ്ട കാലഘട്ടം ആണ് ഇത്. സ്വാർത്ഥതയാൽ ശുഷ്കിച്ചു പോയ മനുഷ്യഹൃദയങ്ങളിൽ ദൈവസ്നേഹം വറ്റിപ്പോകുന്നു. സ്വാർത്ഥത മനുഷ്യന് നിറഞ്ഞു. മനുഷ്യന് കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ പോലും സ്വാർത്ഥതയിലാണ് സ്നേഹിക്കുന്നത്. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി. ദൈവമഹത്വത്തിനാണെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഈ ലോകത്ത്? വളരെ വിരളമാണ്. കാര്യസാധ്യത്തിന് വേണ്ടി ദൈവസ്നേഹത്തിൽ പോലും സ്വാർത്ഥത, പരസ്നേഹത്തിൽ സ്വാർത്ഥത. എൻ്റെ കുടുംബത്തിൽ ഒരു കാര്യം നന്മയായിട്ട് സംഭവിച്ചാൽ അതുപോലെ മറ്റൊരാൾക്ക് കിട്ടുമോ എന്നുള്ളൊരു ആകുലത ഒത്തിരി പേർക്കുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരൊന്ന് വലുതായി കണ്ടാൽ എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സ്വാർത്ഥ ചിന്ത നമുക്കുണ്ട്. ഒരു കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടിയാൽ വേറൊരു കുട്ടിയുടെ അമ്മയ്ക്കും ആ കുട്ടിക്കും സ്വാർത്ഥമായിട്ടുള്ളൊരു കുശുമ്പ് വരും. അങ്ങനെ സ്വാർത്ഥത പല വിധത്തിലുണ്ട്. ആത്മീയതയിലും സ്വാർത്ഥതയുണ്ട്, ആത്മീയ തലങ്ങളിലും സ്വാർത്ഥതയുണ്ട്, ആത്മീയ സ്ഥാപനങ്ങളിലും സ്വാർത്ഥതയുണ്ട്. ആത്മാവിൽ സ്വാർത്ഥത സൂക്ഷിക്കാതെ, ഹൃദയത്തിൽ സ്വാർത്ഥത സൂക്ഷിക്കാതെ സ്വാർത്ഥരായി ജീവിക്കാൻ നമുക്ക് പറ്റില്ല. പല സ്ഥാപനങ്ങൾ തമ്മിൽ പല പോരുകൾ നടക്കുന്നുണ്ട്. സ്വാർത്ഥമായി ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതായി കാണാൻ വേണ്ടി, അംഗീകരിക്കപ്പെടാൻ വേണ്ടി, റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒക്കെ സ്വാർത്ഥത കാണിക്കുന്നുണ്ട് പല സ്ഥാപനങ്ങളും. ചാരിറ്റി പ്രവർത്തനങ്ങൾ തമ്മിൽ സ്വാർത്ഥതയോടെ നീങ്ങുന്നവരുണ്ട്. ഒന്നും കാണാതെ അമ്മ പറയില്ലല്ലോ, സ്വാർത്ഥതയാൽ ശുഷ്കിച്ചുപോയി. സ്വാർത്ഥത ആരെയും വളർത്തുന്നില്ല, അത് ശുഷ്കിച്ചു കൊണ്ടേയിരിക്കും. ശുഷ്കിപ്പിക്കുകയാണ് ചെയ്യുന്നത്, വളർത്തുകയല്ല. നിസ്വാർത്ഥർ പരസ്പരം വളർത്തും. ആ വളർച്ചയാണ് ഈശോയ്ക്ക് ഇഷ്ടം. അങ്ങനെയുള്ള സ്വാർത്ഥ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം വറ്റിപ്പോകുന്നു. ലോകത്തിലെ വലിയൊരു ഭാഗത്തെ തൻ്റെ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് വീമ്പിളക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്യുന്ന സാത്താൻ ദൈവിക പദ്ധതിയിൽ നിന്ന് മാനവരാശിയെ അകറ്റിക്കൊണ്ടുപോകുന്നു. അതിനുള്ളൊരു വഴിയാണ് സ്വാർത്ഥത കുത്തിവെക്കുക. എല്ലാ തലങ്ങളിലും, കുടുംബങ്ങളിലും സ്വാർത്ഥരുണ്ട്. ഒരു കാര്യം കിട്ടിയാൽ പങ്കുവയ്ക്കാൻ പറ്റാത്ത മക്കളുടെ കാലഘട്ടമായത്. വളരെ വിരളമായ കുഞ്ഞുങ്ങൾക്ക് പങ്കുവെക്കലിൻ്റെ നിസ്വാർത്ഥതയുടെ സ്വഭാവമുള്ളൂ. അങ്ങനെ സ്വാർത്ഥത വർദ്ധിച്ച് ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റാനുള്ള സാത്താൻ്റെ പ്രയത്നം വിജയിക്കുന്നു എന്ന് അവൻ വീമ്പിളക്കുന്നു. മക്കളെ, ഈ അമ്മ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ലോകം കണ്ടിട്ടുള്ളതിൽ നിന്നും വിഭിന്നമായ, ഇന്നുവരെ ലോകം കണ്ടിട്ടുള്ളതിൽ നിന്ന് വിഭിന്നമായ, മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മഹാപീഡനത്തിൻ്റെ നാളുകൾ വരുന്നു. അമ്മ പേടിപ്പിക്കാൻ പറയുന്നതല്ല,
നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കാൻ, ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവരായിരിക്കാൻ പറയുന്നതാണ്. സ്വാർത്ഥമോഹികളായി ജീവിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടം ലോകത്തുണ്ടായാൽ തന്നെ അത് വലിയ വിപത്താണ്. എന്നിട്ടും അമ്മ പറയാ, ഇത്രയും നാളുണ്ടായതിൽ നിന്ന് വിഭിന്നമായ, അതൊന്നുമല്ലാത്ത, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത മഹാപീഡനത്തിൻ്റെ നാളുകൾ വരുന്നുവെന്ന് പരിശുദ്ധ അമ്മ പ്രവചിക്കുകയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ശാന്തിയും സമാധാനവും അന്വേഷിച്ച് എവിടെയൊക്കെ ഓടി നടന്നാലും അത് കിട്ടാത്ത, മനുഷ്യന്റെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത വിപത്തുകളാണ് ലോകത്തെ കാത്തിരിക്കുന്നത്. സ്വയം വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പാപത്തിനെതിരെ യുദ്ധം ചെയ്യാനും പ്രാർത്ഥിക്കുവാനും പരിഹാരം ചെയ്യാനുമുള്ള കൃപ നിലനിർത്തുക. ഈ ശുശ്രൂഷയൊക്കെ പങ്കെടുക്കുമ്പോൾ പലർക്കും ആ കൃപ കിട്ടും. പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ എത്ര പേരാ വിളിച്ച് പറയുന്ന സഹോദരി, ആ പങ്കുവെക്കൽ കേൾക്കുമ്പോൾ, ദൈവവചന ശുശ്രൂഷ വൈദികരിലൂടെ ബ്രദേഴ്സിലൂടെയൊക്കെ കേൾക്കുമ്പോൾ, ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു വലിയ ദാഹം വരുന്നു, തീക്ഷ്ണത വരുന്നു, ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്ക് കുറച്ചും കൂടെ അടുപ്പം വരുന്നു, സ്വയം ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആ പറച്ചിലിൽ നിർത്താതെ കൃപയിൽ നിലനിന്ന് പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമ്മൾക്ക് പ്രായശ്ചിത്തമായിട്ട് ചെയ്യാൻ പറ്റുക, പക്ഷെ അത് ചെയ്യണം. അത് വലിയ കൃപയുടെ വിലയുള്ളതാണ്. കൃപയാണത്. കൃപ നിലനിർത്തുക. ഈ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. പരിഹാര പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യുത്തരമായിട്ട് സമർപ്പിക്കുക. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക്, ലോകം ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായിട്ട്, അതിനൊരു ഉത്തരമായിട്ട് നമ്മുടെ കൊച്ചു പുണ്യപ്രവൃത്തികൾ ചെയ്ത് നമ്മൾ ജീവിക്കണം. പാപം നിറഞ്ഞ സാഹചര്യത്തിലേക്ക് നോക്കി ജീവിക്കാനല്ല അമ്മ പറയുന്നേ, പുണ്യത്തിൻ്റെ സാധ്യതകളിലേക്ക് നോക്കി ജീവിക്കാൻ അമ്മ നമ്മളോട് പറയാ. പുണ്യത്തിൻ്റെ സാധ്യതകൾ ഇതാ നിന്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ പാപം നിന്റെ പടിവാതിൽക്കൽ കാത്തിരിപ്പുണ്ട്, പക്ഷേ പുണ്യത്തിൻ്റെ സാധ്യത നിന്റെ തൊട്ടടുത്തുണ്ട്. ആ പാപത്തെ നോക്കി, തിന്മയെ നോക്കി, നിന്നെ വീഴിക്കാനുള്ളവനെ നോക്കി, വീണ സാഹചര്യത്തെ നോക്കി, പാപ സാഹചര്യത്തെ നോക്കി നെടുവീർപ്പിട്ട് നിരാശപ്പെട്ട് കഴിയാതെ ഉണർവോടെ പുണ്യത്തിൻ്റെ സാധ്യതകളിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. മക്കളെ, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതികൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഈ അമ്മ പലതവണ ആവർത്തിച്ചിട്ടുള്ളതും എന്നാൽ മനുഷ്യൻ ഗൗനിക്കാത്തതുമായ പലതും ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങളും അമ്മ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാ. മനുഷ്യൻ അതൊന്നും ഗൗനിച്ചില്ല. ഇപ്പോൾ ഇത് രക്ഷയുടെ സമയമാണ്. മനുഷ്യൻ ഗൗനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മ പറയുന്നത് മക്കൾ കേൾക്കുന്നു. ആന്തരിക ശുദ്ധീകരണത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും സത്യദൈവത്തിൽ വിശ്വസിച്ച് എളിയ ജീവിതം നയിക്കാൻ ഈ അമ്മ വീണ്ടും ആവശ്യപ്പെടുന്നു. അഹങ്കാരത്തിൻ്റെ കൊടുമിടിയിൽ നിന്ന് എളിമയുടെ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവ തിരുമനസ്, അതിന് സന്മനസ് കാട്ടുന്നവരുടെ മുൻപിൽ ദൈവ തിരുമനസ് ദൈവം തുറന്നു കാട്ടും. അമ്മ പറയാ, എളിമയുടെ പൂർണ്ണതയുള്ള ജീവിതം നയിക്കുക. ആന്തരിക ശുദ്ധീകരണത്തിലൂടെ മാനസാന്തരത്തിലൂടെ സത്യദൈവമായ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് എളിമയുടെ ജീവിതം നയിക്കുക. ഏത് കാര്യത്തിലാ മനുഷ്യരായി നമുക്ക് അഹങ്കരിക്കാനുള്ളത്? എല്ലാം ദാനമായി ലഭിച്ചിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ മനുഷ്യ നീ എന്തിന് അഹങ്കരിക്കുന്നു എന്ന് അപ്പസ്തോലൻ നമ്മളോട് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ ചോദ്യമാണ്. എല്ലാം ദാനമാണ്. ഈ ജീവനും ജീവിതവും കെട്ടിപ്പൊക്കിയതും പടുത്തുയർത്തിയതും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നീയായിട്ട് നേടിയെടുത്തത് നിന്റെ പാപമാണ്, അത് ദൈവം തന്നതല്ല. ആ പാപത്തെ ഉപേക്ഷിച്ചിട്ട് അഹങ്കരിച്ചിരിക്കാതെ അഹങ്കാരത്തിൻ്റെ കൊടുമിടിയിൽ നിന്ന് എളിമയുടെ താഴ്വരയിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സന്മനസ് നീ കാണിക്കുമ്പോൾ
ദൈവം തൻ്റെ തിരുമനസ് നിനക്ക് മുന്നിൽ തുറന്നു തരും. നീ രക്ഷപ്പെടും. മാറ്റമില്ലാത്തതും പരിപൂർണവുമായ ദൈവിക സത്യം എന്നേക്കും നിലകൊള്ളും. ഈ ലോകം ദൈവിക സത്യത്തെ എങ്ങനെയൊക്കെ മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും, തിന്മ വിജയിക്കുന്നു എന്ന് പറഞ്ഞാലും, ഏതൊക്കെ പ്രത്യയ ശാസ്ത്രങ്ങളെ നിരീശ്വരവാദ്യത്തെ കൊണ്ടുവന്നിട്ട് ദൈവിക സത്യങ്ങളെ മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും, മാറ്റമില്ലാത്തതും പരിപൂർണവുമായ ദൈവിക സത്യം എന്നേക്കും എന്നേക്കും നിത്യമായും നിലകൊള്ളും. മനുഷ്യനോടുള്ള തീക്ഷ്ണമായ സ്നേഹത്താൽ ജ്വലിക്കുന്ന തീച്ചൂളയായി മാറിയിരിക്കുന്ന യേശുവിൻ്റെ ദിവ്യ ഹൃദയത്തിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനുഷ്യരോടുള്ള തീക്ഷ്ണമായ സ്നേഹം, അതിൽ കലർപ്പില്ല. മനുഷ്യനെ രക്ഷിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ തീക്ഷ്ണമായ സ്നേഹത്താൽ ജ്വലിക്കുന്നൊരു തീച്ചൂളയായി മാറിയിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയം. അത് പണ്ടേ അങ്ങനെയാണ്. ഇന്ന് ആ ചൂള വീണ്ടും കത്തിക്കൊണ്ടിരിക്കുക. അടങ്ങാത്ത ദാഹം, അടങ്ങാത്ത തീയായിട്ട്, സ്നേഹത്തിൻ്റെ തീയായിട്ട് ആ ഹൃദയത്തിലേക്ക് ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. തീച്ചൂളയായ ദിവ്യഹൃദയത്തെ താങ്ങുന്ന ഈ അമ്മയുടെ അരികിലേക്ക് അനുതാപത്തോടെ മക്കളെ ഓടിയണയുക. കർത്താവിൻ്റെ തിരുഹൃദയം ഒരു തീച്ചൂള, സ്നേഹത്തിൻ്റെ തീച്ചൂളയാണെന്നും നിന്റെ പാപങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും ആ ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് ദൈവിക സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നീ തയ്യാറാക്. അമ്മ അതിന് സഹായിക്കും. നിന്നോടുള്ള സ്നേഹത്താൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ഹൃദയം, ആ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന തീച്ചൂളയുടെ അഗ്നിയും പ്രകാശവും സ്വീകരിക്കാൻ പ്രിയ ദൈവ പൈതലേ തയ്യാറാകുക. ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ജപമാല ചൊല്ലുക. കൂടെ കൂടെ കുമ്പസാരിക്കുക. ആ തീച്ചുളയിലേക്ക് നടക്കാനുള്ള വഴിയാണ്, നമ്മളെ അടുപ്പിക്കുന്ന വഴിയാണ് അമ്മ പറയുന്നത്. ജപമാല ചൊല്ലുക, സ്നേഹത്തോടെ ചൊല്ലുക, കൂടെ കൂടെ കുമ്പസാരിക്കുക. പരിശുദ്ധനായ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുക. ദൈവസ്നേഹത്തിൻ്റെ സമ്പൂർണമായ അടയാളമാണ് ദിവ്യകാരുണ്യം. ദൈവസ്നേഹത്തിൻ്റെ അളവില്ലാത്ത അവിടുത്തെ ആഴമേറിയ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ രൂപമാണ് ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കുക. പാപം സാഹചര്യങ്ങളോടൊപ്പം വർജിക്കുക. തിരുസഭയോട് വിധേയരായിരിക്കുക. മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കുക. ഹോമയാഗത്തിനുള്ള കുഞ്ഞാടുകളായി പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കുമായിട്ട് പ്രാർത്ഥിക്കുക. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. കാരണം സാത്താൻ അവൻ്റെ സന്തോഷത്തിലേക്ക് സമർപ്പിതരെ ആകർഷിക്കുന്നതിൽ കൂടുതൽ തൽപരനായിരിക്കുന്നു. മക്കളെ, പ്രാർത്ഥിക്കുക. ഹോമയാഗത്തിനുള്ള കുഞ്ഞാടുകൾ ഊനമറ്റതല്ലേ, കുറവില്ലാത്തതല്ലേ? അങ്ങനെയുള്ള കുഞ്ഞാടുകളാണത്രേ സമർപ്പിതര്. പ്രിയപ്പെട്ട സമർപ്പിതാത്മാക്കളെ ഓർക്കണമേ, നമ്മുടെ അമ്മ മാതാവുണ്ടല്ലോ, അമ്മ മാതാവാണ് ആദ്യമായിട്ട് വ്രതവാഗ്ദാനം നടത്തി സമർപ്പണം നടത്തിയത്. ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് മാലാഖയോട് കന്യകാമറിയം പറഞ്ഞപ്പോൾ അത് പിതാവായ ദൈവത്തോടുള്ള ഏറ്റുപറച്ചിലാണ്. എൻ്റെ ജീവിതത്തിൽ പുരുഷനെ അറിഞ്ഞ് ഞാൻ ജീവിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ ഗർഭവതിയാകും? കന്യാവ്രതം, ഞാൻ കന്യകയാണ്, സമർപ്പിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ ദാസി ദരിദ്രയാണ്, അങ്ങയുടെ ഹിതം പോലെ സംഭവിക്കട്ടെ. അനുസരണമാണ്. അങ്ങനെ കന്യാവ്രതവും അനുസരണവും ദാരിദ്ര്യവും പിതാവായ ദൈവത്തിന് സമർപ്പിച്ച ആദ്യ വ്രതവാഗ്ദാനം നടത്തിയവൾ കുഞ്ഞേ നിന്റെ അമ്മയാണ്. ആ അമ്മയ്ക്ക് അത് സാധിച്ചുവെങ്കിൽ, ആ അമ്മയിൽ യേശു ജനിച്ചുവെങ്കിൽ, പ്രിയ സമർപ്പിതേ, നീ നിന്റെ മണവാളനാണെന്നും പറഞ്ഞ് നടക്കുന്ന ക്രിസ്തു ഉണ്ടല്ലോ, ആ ക്രിസ്തു നിന്നിലൂടെ ജനിക്കണം. നിന്നിലൂടെ ലോകത്തിലേക്ക് ജനിക്കണം. ലോകം നിന്നിലൂടെ ക്രിസ്തുവിൽ ജനിക്കണം. അതാണ് സമർപ്പണ വിളിയുടെ അന്തസത്ത.
പ്രിയ ദൈവ പൈതലേ, പ്രിയ സമർപ്പിതേ, പ്രിയ പുരോഹിത, നിനക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പറയേണ്ട. നീ ഒരു ബേൺ ഓഫറിങ്ങിന് അടയാളമായിട്ട് തീരേണ്ട ഹോമയാഗത്തിന്റെ കുഞ്ഞാടാണ്. നിന്റെ ജീവിത ബലി യേശുവിൻ്റെ എരിയുന്ന ഹൃദയത്തിൽ കിടന്ന് എരിയേണ്ടതാണ്. അത് മറ്റു പല ആസക്തികളുടെയും മറ്റു പല ക്ഷണികതയുടെയും ആകർഷണത്തിൻ്റെയും മുൻപിൽ കിടന്ന് എരിയാനുള്ളതല്ല. അതൊന്നും സന്തോഷം നിനക്ക് പ്രദാനം ചെയ്യില്ല. ദൈവവിളി ഉപേക്ഷിച്ചിട്ട് പല ജീവിത മാർഗങ്ങളും സ്വീകരിച്ച് നിരാശയോടെ കഴിയുന്ന അനേകരെ ഈ പാപിക്കറിയാം. എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. നിനക്ക് ദൈവം അങ്ങനെ ഒരു വിളി തന്നിട്ടുണ്ടെങ്കിൽ ആ വിളിയുടെ പവിത്രത ലോകത്തേക്കാൾ വിലയുള്ളതാണെന്നേ, സ്വർഗത്തോളം ഉയരുന്നതാണ്. അതുകൊണ്ട് പ്രിയ സമർപ്പിതേ, പ്രിയ വൈദിക, ഈ ഹോമയാഗത്തിന്റെ കുഞ്ഞാടായിട്ട് ദൈവം തിരഞ്ഞെടുത്ത നീ എത്രയോ ഭാഗ്യവാൻ, എത്രയോ ഭാഗ്യവതി. ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിന്റെ അധരങ്ങളും, ദൈവത്തെ പുകഴ്ത്താൻ നിന്റെ ഹൃദയങ്ങളും, ദൈവത്തെ സ്തുതിക്കാൻ നിന്റെ സമർപ്പണവും യോഗ്യമെങ്കിൽ നീ ലോകത്തെ താങ്ങി നിർത്തുന്ന വലിയ തൂണായിട്ട് മാറും. നീ സഹിക്കുമ്പോൾ ഒരു സഹന രാക്ഷസിയായിട്ട്, സഹനത്തിന്റെ കാവൽക്കാരിയായിട്ട് മാറുമ്പോൾ ലോകത്തിന്റെ ഭാവി ദൈവം നിന്റെ കയ്യിൽ വച്ചു തരികയാണ്. ഒരു അൽമായനോ ഒരു സമർപ്പിതയോ ഒരു വൈദികനോ സഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ശ്രവിക്കുന്ന ഈശോയുടെ പൈതലെ ഓർക്കുക, നിന്റെ കയ്യിലാണ് ലോകത്തിന്റെ ഭാവി ദൈവം വെച്ചു തന്നിരിക്കുന്നത്. കാരണം സഹനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റാത്ത രക്ഷ മറ്റൊന്നിലൂടെയും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ കർത്താവ് ചെയ്തത്, അത് നമുക്കും ചെയ്യാം. മക്കളെ, ഈ അമ്മയുടെ ഓരോ ആഹ്വാനങ്ങളും ഗൗരവമായി സ്വീകരിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ തിരുക്കുമാരൻ്റെ തിരുമുഖത്തിൽ ആശ്വാസം കണ്ടെത്താൻ ഈ അമ്മ നിങ്ങളെ സഹായിക്കാം. നമുക്കൊരു മുഖമേ ആശ്വാസം തരൂ, നമ്മുടെ കർത്താവിൻ്റെ തിരുമുഖമാണ്. വേറോനിക്ക ഒപ്പിയെടുത്ത തിരുമുഖം, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഒപ്പിയെടുക്കേണ്ട തിരുമുഖം, എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് ഒപ്പിയെടുക്കേണ്ട മുഖം, അത് യേശുവിൻ്റെ മുഖമായിരിക്കണം. അവിടുത്തെ സാദൃശ്യമല്ലേ നമുക്കുള്ളത്, അവിടുത്തെ ഛായയല്ലേ നമുക്കുള്ളത്. ആ തിരുമുഖത്തിൻ്റെ സാക്ഷികളായിട്ട് നമുക്ക് ജീവിക്കാം. സ്വന്തമായി കരുതിയവരിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയോ പരിഹാസങ്ങളെയോ ഗവനിക്കാതെ എളിമയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഈ അമ്മയോടൊപ്പമായിരിക്കുക. അമ്മയെ വിട്ടു പോകല്ലേ. നിത്യതയുടെ പ്രകാശത്തിലേക്ക് പ്രവേശനം നൽകുന്ന, നിത്യതയുടെ പ്രകാശത്തിലേക്ക് പ്രവേശനം നൽകുന്ന വചനമാകുന്ന കവാടം നിങ്ങളുടെ അമ്മയുടെ വിമല ഹൃദയം വഴി നിങ്ങൾക്കായിട്ട് തുറന്നിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ കവാടത്തിലേക്ക് നമുക്ക് ഓടിയെടുക്കാം. നേരത്തെ മെസ്സേജിൽ പറഞ്ഞല്ലോ മക്കളെ, കുരിശ് നിങ്ങളെ നിത്യതയുടെ കവാടത്തിലേക്ക് എത്തിക്കും. അപ്പൊ സഹനം ആകുന്ന കുരിശെടുത്താലാണ് ആ കവാടത്തിലേക്കുള്ള പ്രവേശന പാസ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ കുരിശിനെ ഒരിക്കലും വേണ്ടെന്ന് പറയല്ലേ കേട്ടോ. കുഞ്ഞ സഹനായാലും വലിയ സഹനായാലും അത് അംഗീകാര മുദ്രയാണ്. നിത്യമായ പ്രകാശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള കവാടത്തിലേക്കുള്ള പ്രവേശന പാസ്സാണത്. വചനമാകുന്ന കവാടം നിങ്ങളുടെ അമ്മയുടെ വിമല ഹൃദയം വഴിയായി നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയുക. ഇങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത ശക്തി നമുക്ക് വേണം. അളന്നല്ല ആത്മാവിന് നൽകുന്നത് എന്നല്ലേ നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞിട്ടുള്ളവൻ വിശ്വസ്തനാണല്ലോ. ആത്മാവിനായിട്ട് ദാഹിക്കുക, ആത്മീയ ശക്തി സംഭരിക്കുക. നിത്യതയുടെ പ്രകാശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദ്വിതീയ പെന്തക്കുസ്തയ്ക്കായിട്ട് ഒരുങ്ങുക. ദൈവത്തിൻ്റെ മഹത്വം പാടിപ്പുകഴ്ത്തുവാൻ ഇടയാകും വിധത്തിൽ അവിടുത്തെ ദിവ്യമായ കരുണ വഴി എല്ലാ തിന്മകളും പാപങ്ങളും നിർമാർജനം ചെയ്യപ്പെടട്ടെ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് അമ്മ ആശംസിച്ചുകൊണ്ടാണ്
45-ാമത്തെ സന്ദേശം അമ്മ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു ആശ്വാസവും എന്തൊരു ദൈവസ്നേഹവും എന്തൊരു തീക്ഷ്ണതയുമാ പരിശുദ്ധ അമ്മ നമുക്ക് പകർന്നു തന്നത്. ഈ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മിൽ നിലനിൽക്കട്ടെ. ദൈവിക സ്നേഹത്തിലേക്കുള്ളൊരു അഭിവാഞ്ച നമുക്ക് വളർത്തിയെടുക്കാം. വിശുദ്ധരായി ജീവിക്കാം. ഇതിൽ അമ്മ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, സഭയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. എത്ര വലിയ വചനപ്രഘോഷകനോ സമർപ്പിതയോ സമർപ്പിതനൊക്കെ ആകട്ടെ, സഭയ്ക്ക് വിധേയപ്പെട്ട് അധികാരികൾക്ക്, സഭ അധികാരികൾക്ക് വിധേയപ്പെട്ട്, നന്മയ്ക്ക് വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കാം. 46-ാമത്തെ സന്ദേശം സെപ്റ്റംബർ 8-ന് 2001 പരിശുദ്ധ അമ്മ നൽകുക. അതൊരു പ്രത്യേക അനുഭവത്തിലൂടെയാണ് അമ്മ നൽകിയത്. അമ്മ ഏതാനും ചില കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം, വികലമാക്കപ്പെടുന്ന കുരിശിൻ്റെ അടയാളങ്ങളെയോർത്ത് യേശുവും പരിശുദ്ധ അമ്മയും വേദനിക്കുന്നു. ആരാണ് ഈ വികലമാക്കപ്പെടുന്ന കുരിശിൻ്റെ അടയാളങ്ങൾ? ഞാനും നിങ്ങളുമാണ്. നമ്മെ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ഈശോയുടെ സ്വന്തമാക്കിയിട്ട് ആ കുരിശിൻ്റെ അടയാളങ്ങളായി ജീവിക്കാൻ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ട്, യേശുവിൻ്റെ ജീവിതം അതിന് സാക്ഷ്യമായി നമുക്ക് പകർന്നു തന്നിട്ട്, ആ കുരിശിനെ സ്നേഹിക്കാതെ, കുരിശിനെ പുൽകാതെ, കുരിശിൻ്റെ അടയാളമാകാതെ, ക്രിസ്ത്യാനിയാകാതെ, ക്രിസ്തീയ ജീവിതം നയിക്കാതെ, ക്രിസ്തുവിൻ്റേതാകാതെ ജീവിക്കുമ്പോൾ നമ്മൾ കുരിശിൻ്റെ വികലമായ അടയാളങ്ങളായിട്ട് ലോകത്ത് നിലകൊള്ളുകയാണ്. പിന്നെ എങ്ങനെയാ മറ്റുള്ളവർ കുരിശിനെ സ്നേഹിക്കുക, ഈശോയെ അറിയുക, ഈശോയെ പരിചയപ്പെടുക? അങ്ങനെ ജീവിക്കരുത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും യേശു ക്രിസ്തു കാൽവരി കുരിശിൽ അർപ്പിച്ച ബലിയാൽ വിശുദ്ധീകരിച്ച് നേടിയെടുക്കപ്പെട്ടവരാണ്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അമ്മ പറയുന്നേ. യേശു കുരിശിൻ്റെ പാത സ്വീകരിച്ച് ജീവൻ ബലിയർപ്പിച്ച് ഓരോ വ്യക്തികളെയും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര ചെയ്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പുതുജന്മമേകി സംരക്ഷിക്കാൻ ഏൽപ്പിച്ചു. ആ പ്രൊസീജിയർ കണ്ടോ? എത്ര വ്യക്തതയോടും കൃത്യതയോടും കൂടിയാണ് ഈശോ ചെയ്തത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും യേശു ക്രിസ്തു കാൽവരി കുരിശിൽ അർപ്പിച്ച ബലിയാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, നേടിയെടുക്കപ്പെട്ടവരാണ്. ആ വിശുദ്ധ കുരിശിൻ്റെ പാത സ്വീകരിച്ച് ജീവൻ ബലിയർപ്പിച്ച് ഓരോ വ്യക്തികളെയും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര ചെയ്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചു, പുതിയൊരു സൃഷ്ടിയായിട്ട്. ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ഓരോ മനുഷ്യനും യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളങ്ങളാണ്. വെറും കുരിശിൻ്റെ അല്ല, യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളങ്ങളാണ്. മഹത്വീകരിക്കപ്പെട്ട കുരിശിൻ്റെ അടയാളങ്ങളായ മനുഷ്യൻ സഹനം സ്വീകരിക്കാതെയും പാപകരമായ ജീവിതം പിന്തുടർന്നും ബലിജീവിതം നശിപ്പിക്കുമ്പോൾ കുരിശുമരണത്തിലൂടെ മാനവകുലത്തെ നേടിയെടുത്ത യേശു വേദനിക്കുന്നു. ക്രൂശിതനെ താങ്ങിയ വിമല ഹൃദയവും വേദനിക്കുന്നു. അങ്ങനെ തിന്മ ചെയ്ത് പാപകരമായ ജീവിതം പിന്തുടർന്ന് ബലിയാത്മാക്കളായി നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ വികലമാക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ മുദ്രയുള്ള അടയാളമായ കുരിശിൻ്റെ അടയാളങ്ങളായ നമ്മൾ ഓരോരുത്തരുമാണ്. ആ ക്രിസ്തു സ്നേഹത്തെ, കുരിശിലെ ബലിയെ വികലമാക്കി ലോകത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഈശോ വേദനിക്കും, അമ്മ വേദനിക്കും. രണ്ടാമതായി പരിശുദ്ധ അമ്മ പറഞ്ഞു, കരകൗശല വസ്തുക്കളെ പോലെ തച്ചുടയ്ക്കപ്പെടുന്ന സമർപ്പണ ജീവിതങ്ങളെ കണ്ട് യേശുവും അമ്മയും വേദനിക്കുന്നു. സമർപ്പണത്തിൻ്റെ വിളിയുടെ പവിത്രതയും ആഴവും ഒരാൾക്കും ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. ഒരു പുരോഹിതൻ്റെ വില, ഒരു സമർപ്പിതയുടെ വില യഥാർത്ഥത്തിൽ ഒരു വ്യക്തി, ഒരു സമർപ്പിത, ഒരു പുരോഹിതൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ദൈവസ്നേഹത്താൽ എരിഞ്ഞ് ലോകത്തിൽ മരിച്ചു വീണേനെ എന്നാണ്
വിശുദ്ധാത്മാക്കൾ പറയുന്നത്. അത്രയ്ക്കും വിലയുള്ള ജീവിതങ്ങൾ തച്ചുടയപ്പെടുക, ഉടച്ചത് വാർത്തെടുക്കാനല്ല, ഒട്ടിച്ചെടുത്താലും അതിനൊരു പാകപ്പിഴ ഉണ്ടാകും. കരകൗശല വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ ഉടയ്ക്കുന്നത് പോലെയാണ് ഉടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഉടഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം അമ്മ പറഞ്ഞു, പൊതുവേദിയിലെ പ്രദർശന വസ്തുവായി തീരുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാനയ്ക്ക് നേരെയുള്ള അവഹേളനങ്ങൾ എന്നുകൂടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതായത് പൊതുവേദിയിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് വേണ്ടത്ര ആചാരങ്ങൾ നടത്താതെ, ബഹുമാനം കൊടുക്കാതെ, ആദരിക്കാതെ മനുഷ്യർ ജീവിക്കുന്നത് കാണുമ്പോൾ, അതൊരു പ്രദർശന വസ്തുവായിട്ട് മനുഷ്യൻ കാണുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കാതെ വരുമ്പോൾ അമ്മയും ഈശോയും വേദനിക്കുന്നുണ്ട്. ഫാത്തിമായിൽ മാലാഖ പഠിപ്പിച്ച പ്രാർത്ഥന ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിച്ചില്ലേ? ഈശോയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, ഈശോയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, ഈശോയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, യേശുവിന് വേണ്ടി സമർപ്പണം ചെയ്യാത്തവർക്ക് വേണ്ടിയൊക്കെ പരിഹാരം ചെയ്യുന്നു എന്ന് അധരം കൊണ്ട് മാത്രം ഏറ്റുപറഞ്ഞാൽ പോരാ. ദിവ്യകാരുണ്യത്തിന് നേരെ നടക്കുന്ന അവഹേളനങ്ങൾക്ക് വേണ്ടി കൂടെ, ഇതൊക്കെ ആ പ്രാർത്ഥനയൊക്കെ അവഹേളനങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ദിവ്യകാരുണ്യ ഈശോയെ പ്രദർശന വസ്തുവാക്കി മാത്രം വെക്കരുതേ. പല സ്ഥലങ്ങളിലും ദിവ്യകാരുണ്യ ആരാധന ആലയങ്ങളുണ്ട്, നിത്യാരാധന കപ്പേളകളുണ്ട്. അവിടെയൊക്കെ ഇടതടവില്ലാതെ വന്ന് പ്രാർത്ഥിക്കാൻ മനുഷ്യമക്കൾ ആഗ്രഹം കാണിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ആരും ഇല്ലാതിരിക്കുന്നുണ്ട്. സങ്കടപ്പെടേണ്ട, നമ്മുടെ സാന്നിധ്യം നമ്മുടെ കർത്താവിന് ആശ്വാസമാണ്. നമ്മൾ എവിടെയായിരുന്നാലും ദിവ്യകാരുണ്യ ഈശോയെ ഓർക്കണം. ഈശോയെ പരിഹസിക്കരുത്, ഈശോയെ നിന്ദിക്കരുത്, ഈശോയെ ഒരു വസ്തുവായി കാണരുത്. ആ തൂവെള്ള തിരുവോസ്തിക്ക് ജീവനുണ്ട്. ആ ജീവൻ ദൈവത്തിൻ്റെ ജീവനാണ്. തുടിക്കുന്ന ഹൃദയമാണ്, ജ്വലിക്കുന്ന ഹൃദയമാണ് നിന്നോടും എന്നോടുമുള്ള സ്നേഹത്താൽ. സ്വർഗനിവാസികളോട് ചേർന്ന് ത്രിത്വൈക ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുക. ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ത്രിത്വൈക ദൈവത്തോടും ദൈവത്തെ സ്വർഗനിവാസികളോട് ചേർന്ന് ആരാധിക്കുക. സമ്പൂർണ്ണ സമർപ്പണം നടത്തി ജീവിക്കുന്ന മക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. കുടുംബജീവിതം നയിക്കുന്ന മക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവകരുണയുടെ അമ്മ മക്കളെ ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്കാണ് അടുപ്പിക്കുന്നത്. നമ്മൾ കേട്ട ഈ സന്ദേശങ്ങളെല്ലാം ദിവ്യകാരുണ്യ സ്നേഹമാണ് നമുക്ക് പകർന്നു തന്നത്. യേശുവിൻ്റെ ഹൃദയമാകുന്ന തീച്ചൂള സ്നേഹം കൊണ്ട് എരിയുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ എരിയേണ്ടതും ഈ സ്നേഹത്തിൻ്റെ തീച്ചൂളയല്ലേ? അങ്ങനെയല്ലേ നമുക്ക് കരുണ സ്വീകരിക്കാനുള്ള യോഗ്യത നേടാൻ പറ്റൂ? ഈ ലോകത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. 47-ാമത്തെ സന്ദേശം പരിശുദ്ധ അമ്മ നൽകുന്നത് 2001 നവംബർ 2-നാണ്. 47-ാമത്തെ സന്ദേശം പരിശുദ്ധ അമ്മ നൽകുക. അമ്മ പറഞ്ഞു, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സ്വർഗത്തിൽ അതീവ സന്തോഷത്തിന് കാരണമായ നിങ്ങളുടെ പ്രാർത്ഥനയെയും സഹനത്തെയും സ്വീകരിച്ചുകൊണ്ട് ഈ അമ്മയും ഈ സുദിനത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ദിവസത്തിലെ നമ്മുടെ കൊച്ചു പ്രാർത്ഥനയെയും സഹനത്തെയും സ്വീകരിച്ചിട്ട് അമ്മയ്ക്ക് സന്തോഷമാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാളിതുവരെയുള്ള ജീവിതം കണ്ടിട്ട് അമ്മയ്ക്ക് സന്തോഷമുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സന്തോഷം കൊടുക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മക്കളെ, അന്ധകാര ശക്തികളെ തോൽപ്പിക്കുന്ന ശക്തിയുള്ള ജപമാല എന്ന ആയുധം നിത്യരക്ഷയുടെ അലംഘനീയമായ ഉറപ്പാണ്. പാഷാണ്ഡതകളെ ഉന്മൂലനം ചെയ്ത് പാപത്തെ ക്ഷയിപ്പിച്ച് തിന്മയുടെ ശക്തിയെ നശിപ്പിക്കാൻ കഴിവുള്ള ഈ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാലഘട്ടമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
അമ്മ പറയാണ്, നിത്യരക്ഷയുടെ അലംഘനീയമായ ഉറപ്പാണ് ഈ പ്രാർത്ഥന. പാഷാണ്ഡതകളെ ഉന്മൂലനം ചെയ്ത് പാപത്തെ ക്ഷയിപ്പിച്ച് തിന്മയുടെ ശക്തിയെ നശിപ്പിക്കാൻ കഴിവുള്ള ഈ പ്രാർത്ഥന ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുക. കാരണം എന്തെന്നോ, ഇത്രമാത്രം നാശവും അപകടവും തിന്മയും യുദ്ധഭീഷണിയും ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യവർഗം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഇതുവരെയും മനുഷ്യവർഗം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രമാത്രം അപകടവും തിന്മയും യുദ്ധഭീഷണിയും നേരിടുന്ന മനുഷ്യവർഗം ഉണ്ടായിട്ടില്ല. ലോകത്തിൽ ദൈവീക സമാധാനമുണ്ടാകുവാൻ നിരന്തരം ജപമാല ചൊല്ലിയും പരിശുദ്ധ കുർബാനയുടെ ശക്തി സ്വീകരിച്ചും പ്രാർത്ഥിക്കുക. പ്രഭാഷകന്റെ പുസ്തകത്തില് 10-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, 19-ാം വാക്യം. ഏതു വർഗമാണ് ബഹുമാനത്തിന് അർഹം? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ? കർത്താവിൻ്റെ ഭക്തൻ തന്നെ, കർത്താവിനോട് ഭക്തിയുള്ളവൻ തന്നെ. ഏതു വർഗമാണ് ബഹുമാനത്തിന് അർഹമല്ലാത്തത്? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ? കർത്തൃകൽപ്പനകൾ പാലിക്കാത്തവൻ തന്നെ. പരിശുദ്ധ അമ്മ പറയാ, ഇതിനു മുമ്പ് ഇങ്ങനെയൊരു മനുഷ്യവർഗം ഉണ്ടായിട്ടില്ലെന്ന്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ അസമാധാനം കളിയാടുന്നെങ്കിൽ ദൈവഭക്തിയില്ലായ്മയും ദൈവകൽപ്പനകളുടെ ലംഘനവും അതിന് കാരണമാകുന്നില്ലേ? തീർച്ചയായിട്ടുണ്ട്, നമ്മളൊക്കെ അതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനത്തിന് അർഹരാണ് മനുഷ്യർ. ദൈവഭക്തിയോടെ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ. ബഹുമാനം നിഷേധിക്കപ്പെടും മനുഷ്യന് എപ്പോൾ? ദൈവഭക്തിയില്ലാതെ ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കുമ്പോൾ. അനുസരിക്കാൻ നമുക്ക് ദൈവിക കൽപ്പനകളെ. 10 കൽപ്പനകൾ കർത്താവിൻ്റെ ചങ്കിൽ കൊത്തിയെടുത്തിട്ട കർത്താവ് നമുക്കത് മോശ പ്രവാചകൻ വഴി കൈമാറപ്പെട്ട് തന്നിട്ടുള്ളത്. അനുസരിക്കാം. തിരുസഭയുടെ കൽപ്പനകളെ അനുസരിക്കാം. ദൈവിക നന്മകൾ പകർന്നു തരുന്ന നമ്മുടെ സഭയുടെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കാം, ജീവിക്കാം. ലോകത്തിൽ ദൈവിക സമാധാനമുണ്ടാകുവാൻ നിരന്തരം ജപമാല ചൊല്ലിയും പരിശുദ്ധ കുർബാനയുടെ ശക്തി സ്വീകരിച്ചും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ ശക്തി സ്വീകരിക്കുവാൻ മനുഷ്യർക്കേ സാധിക്കൂ, മൃഗങ്ങൾക്ക് സാധിക്കില്ല. ദൈവഭക്തിയില്ലാത്ത മനുഷ്യന് സാധിക്കില്ല. ദൈവകൽപ്പനകൾ പാലിക്കാത്തവനും ഇത് സ്വീകരിക്കാൻ സാധിക്കില്ല. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരുണ്ട്, പക്ഷേ അത് കൃപയായിട്ട് നിലനിൽക്കില്ല. യൂദാസ് സ്വീകരിച്ചതുപോലെ ആയിത്തീരും. അത് ആയിരിക്കുന്ന തിന്മയിൽ ആഴപ്പെടാനുള്ള ഒരവസരമാക്കി ദിവ്യകാരുണ്യ സ്വീകരണത്തെ മാറ്റരുത്. പാപത്തെ ഉന്മൂലനം ചെയ്ത് ക്ഷയിപ്പിച്ച് തിന്മയുടെ ശക്തികളെ നശിപ്പിക്കാൻ നമ്മുടെ കൗദാശിക ജീവിതവും ജപമാല പ്രാർത്ഥനയും വചനമനുസരിച്ചുള്ള ജീവിതവും നമുക്ക് മുതൽക്കൂട്ടാകട്ടെ. അങ്ങനെ ദൈവകൃപയുടെ ജീവിക്കുന്ന സാക്ഷികളാകട്ടെ നമ്മൾ ഓരോരുത്തരും. കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ദൈവമഹത്വം നൽകുന്ന മക്കളാകട്ടെ നമ്മൾ എല്ലാവരും. അതിനുള്ള അനുഗ്രഹം പരിശുദ്ധ കന്യകാമറിയം നമുക്ക് യേശുവിൽ നിന്ന് വാങ്ങി നൽകും. യേശു സന്നദ്ധനാണ്. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഈ വിശ്വാസത്തോടും ദാഹത്തോടും തീക്ഷ്ണതയോടും കൂടി നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ.
ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, എല്ലാവരും ചേർന്ന് പാടാം. ആരാധന അങ്ങേക്കാരാധന, ആഗ്രഹത്തോടെ പാടാമോ? ആരാധന അങ്ങേക്കാരാധന. ഈശോയെ നോക്കിക്കൊണ്ട് പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉറക്കെ വിളിച്ച് യേശുവേ. ദൈവമേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപബന്ധനത്തിൽ കഴിയുന്ന ഓരോ ആത്മാക്കളെയും വീണ്ടെടുക്കാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് ഈശോയെ നോക്കാം. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഫാത്തിമായില് മലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷയുടെ പ്രാർത്ഥനയാണ് ഇത്. മക്കളെ, വളരെ ദാഹത്തോടെ നമ്മൾ എന്തെങ്കിലും ഈശോ, നമ്മളോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ ദിവ്യകാരുണ്യ ഈശോയ്ക്കെതിരായിട്ട് ഏതെങ്കിലും രീതിയിൽ പരിശുദ്ധ കുർബാനയ്ക്കെതിരായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, തലമുറ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദേശത്തുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഈശോയെ നോക്കാം. നമ്മൾ പരിപൂർണമായി ഈശോയ്ക്കൊന്ന് കൊടുക്കുക. നമുക്കൊരു ദാഹം കിട്ടണം മക്കളെ. നമുക്കൊരു വിളി ദൈവം തന്നിട്ടുണ്ട്. ആ വിളി തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് ആ വിളിക്ക് ഉത്തമമായിട്ടൊരു ജീവിതം നയിക്കണം. വിളി മറ്റൊന്നുമല്ല, ആത്മാക്കളെ നേടിയെടുക്കാനുള്ള വിളിയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചാൽ മാത്രമാ ആത്മാക്കൾക്ക് വേണ്ടി ദാഹം നമ്മുടെ ഉള്ളിൽ കത്താൻ തുടങ്ങും. ഇതാ ഈ നിമിഷം ഈശോ രണ്ട് കരവും നീട്ടി നിന്നെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഈ വിളിയുടെ അഗ്നി ഇറക്കി വെച്ച് തരിക. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്
രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒറ്റ പ്രാർത്ഥന. ദൈവമേ, ആത്മാക്കളെ രക്ഷിക്കാനുള്ള, ആത്മാക്കൾക്ക് വേണ്ടി വില കൊടുക്കാനുള്ള, ആത്മാക്കൾക്ക് വേണ്ടി ബലിയാടാകാനുള്ള, ആത്മാക്കൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലുമുള്ള ആത്മീയ കൃപ, ആത്മീയ അഭിഷേകം, ആത്മീയ ശക്തി ഈ നിമിഷം എനിക്കൊന്ന് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഈശോയെ നോക്കിക്കൊണ്ട് ചങ്കുപൊട്ടി വിളിച്ചേ, യേശുവേ, ഈശോ, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള ആത്മാക്കളെ നേടാൻ കൃപ, ആത്മാക്കൾക്ക് വേണ്ടി ചാൻപുരിക്ക് പ്രാർത്ഥിക്കാൻ കൃപ, സഹനം ഏറ്റെടുക്കാൻ കൃപ, ബലിയാടാകാൻ കൃപ, ജീവൻ കൊടുക്കാൻ പോലും കൃപ. അപ്പാ തരണമേ, അപ്പാ തരണമേ. ഒരാത്മാവ് പോലും നഷ്ടപ്പെടില്ല മക്കളെ. ഈ രാത്രിയുടെ യാമങ്ങളില് ഈശോയെ വേദനിപ്പിക്കുന്ന ഒരു പാപ പ്രവൃത്തി പോലും ഉണ്ടാകാതിരിക്കാൻ ദൈവമേ, നിന്റെ കണ്ണീര്, നിന്റെ രക്തം ഞങ്ങൾ കാണുന്നു. ഇതാ ആ രക്തത്തോട് ചേർന്ന്, കണ്ണീരിനോട് ചേർന്ന്, അമ്മയോട് ചേർന്ന് ഇതാ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ നിലവിളിക്കുന്നു. ഉറക്കെ വിളിച്ച യേശുവേ, പോലെ പെയ്തിറങ്ങി വാ, മഴ 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 പോലെ പെയ്തിറ ഒറ്റ വിളി യേശുവേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഒരു നിമിഷം കൂടി കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് ഈശോയെ നോക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയുടെ യാമങ്ങളിൽ ഏതെങ്കിലും ദൈവമക്കൾ, അത് പകലാകട്ടെ രാത്രിയാകട്ടെ, ഏതെങ്കിലും ദൈവമക്കൾ വ്യഭിചാരത്തിൻ്റെ മേഖലയിൽ, ദുർവൃത്തിയുടെ മേഖലയിൽ വീണ് കിടപ്പുണ്ടെങ്കിൽ മക്കളെ, അതിൻ്റെ തിന്മയുടെ അരൂപി അവരെ കയറി ഭരിക്കുന്നുണ്ടെങ്കിൽ, ചില ദേശത്ത് ഇതിൻ്റെ സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, തലമുറകളായിട്ട് ചില കുടുംബത്തിൽ ഇതിൻ്റെ ശക്തി കിടപ്പുണ്ടെങ്കിൽ, ഇതിൻ്റെ ആസക്തി എന്ത് ചെയ്തിട്ടും വിട്ടുപോകാൻ പറ്റാതെ വേദനിക്കുന്ന മക്കൾ, അത് സന്തോഷത്തിനാകാം, സുഖത്തിനാകാം, പണത്തിനാകാം, ബിസിനസ് പോലെയാകാം, എന്തുമാകട്ടെ മക്കളെ, ഇതിൻ്റെ കെട്ടഴിയണം, ഇതിന്റെ കെട്ട് പൊട്ടണം. യേശുവിന്റെ രക്തത്താൽ അഴിയും, ഈശോയുടെ പീഡാനുഭവത്താൽ ഇതിന്റെ കെട്ടഴിയും, അമ്മയുടെ രക്ത കണ്ണീരിനാൽ അഴിയും, അമ്മയുടെ 7 വ്യാകുലങ്ങളാൽ അറിയും. മക്കളെ, ഇപ്പോൾ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആ ബലിയിലേക്ക് സമർപ്പണം നടത്തിക്കൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ആത്മാക്കളുടെ കെട്ടിയിരിക്കുന്ന സകല വ്യഭിചാരത്തിന്റെ കെട്ടുകള്, വ്യഭിചാരത്തിന്റെ ദുർഭൂതങ്ങള് വിട്ടുമാറാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിലവിളിക്കാമോ? യേശുവേ, യേശുനാമത്തില് ഈ പൈശാചിക സഞ്ചാരങ്ങള് ഇപ്പോൾ വിട്ടുപോകട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ആ മക്കളെ കെട്ടിയിരിക്കുന്ന വ്യഭിചാര ദുർഭൂതം എന്നേക്കുമായിട്ട് വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് വിട്ടുപോകട്ടെ. വലതുകാരം എല്ലാ മക്കളും ഉയർത്തിപ്പിടിച്ച് ഇഷക്കേന ചാനലിനെ ഒന്ന് സമർപ്പിച്ച മക്കളെ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയെ സമർപ്പിക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കള്
പ്രിയപ്പെട്ടവർ, ഈ ചാനലിലൂടെ അനേകം മക്കള് ഇന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക, സത്യ ദൈവത്തെ മനസ്സിലാക്കുക, യഥാർത്ഥ ആധ്യാത്മികതയെ മനസ്സിലാക്കുക, അനുഭവിക്കുക. മക്കളെ, ഈ ശുശ്രൂഷയിലൂടെ അനേകം ബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിയുന്നുണ്ട്, തിന്മയുടെ ശക്തികൾ വിട്ടുമാറുന്നുണ്ട്, മാനസാന്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ചാനലിനെ ഈശോയുടെ കരങ്ങളിലേക്ക്, അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക്, ദിവികാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് വലതുകാരം ഉയർത്തിപ്പിടിച്ച് ഈ ചാനലിനെ അനുഗ്രഹിച്ചുകൊണ്ട് സകല മക്കളും ഒരിക്കൽ കൂടി നിലവിളിച്ച് അനുഗ്രഹിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധനിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആത്മാക്കളെ തരിക എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക എൻ്റെ സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ